ജാനുവരിയിലോട്ട് പരീക്ഷ എഴുതാം. കുറെ പേര് തീരുമാനിച്ചു നവംബർ ഫസ്റ്റ് ഫേസിൽ തന്നെ ഈ പരീക്ഷ എങ്ങനെയെങ്കിലും തീരട്ടെ എന്നൊക്കെ ഓർത്ത് കുറച്ചുപേര് ഇരിപ്പുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വെബിനാർ ഹോൾഡ് ചെയ്തേക്കുന്ന ഇന്റൻഷൻ. അപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന വെബിനാറിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാതെ യു ക്യാൻ റൈറ്റ് ദാറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഇതിങ്ങനെ പറയുന്നതിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് അല്ലെ ഈ ഇന്ററാക്ഷൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി പോകും. സോ പ്ലീസ് റൈറ്റ് ഇൻ ദി ചാറ്റ് ബോക്സ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്. പിന്നെ കുറച്ചുപേര് ഓൾറെഡി ചോദിച്ചു ലോ ആണോ ആദ്യം എടുക്കുന്നത് അതോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണോ ആദ്യം പറയുന്നത്. ഞാൻ ആദ്യം ബേസിക്കലി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ബോത്ത് ദി പേപ്പേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഹൗ ടു ഗിവ് ആൻ അപ്രോച്ച്. കാരണം രണ്ടും തിയറി ബേസ്ഡ് പേപ്പർ ആണ്. ദോ ഈ പറയുന്ന ലോ കംപ്ലീറ്റ്ലി ഒരു തിയറി ബേസ്ഡ് അല്ല. പക്ഷേ സ്ട്രാറ്റജിക് മാനേജ്മെന്റും ലോയും അൾട്ടിമേറ്റ്ലി നമ്മൾ എഴുതേണ്ടതാണ്. ഒരു പ്രോബ്ലം റിലേറ്റഡ് പേപ്പർ അല്ല. സോ ഐ എം ഗിവിംഗ് എ ജനറൽ ഐഡിയ ഓൺ how can you give an approach to this particular paper. അത് ലോ ആയാലും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആയാലും നമുക്ക് എങ്ങനെ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾക്ക് അറിയാം 30 മാർക്സ് ഈച്ച് ഉണ്ട്. ലോയ്ക്കാണെങ്കിലും 30 മാർക്സ് ആണ്. IT and SM ഫോർ ഓൾഡ് സിലബസ് അല്ലെങ്കിൽ EIS ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ന്യൂ സിലബസിന് യു ഹാവ് 30 മാർക്സ്. ഇത് 15 മാർക്സ് ഫോർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, 15 മാർക്സ് ഇസ് ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി. അതിന് EIS വേറൊരു പേരുണ്ട്. ദാറ്റ്സ് ദ ഓൺലി തിങ് ഇൻ കോമൺ. അപ്പൊ നമുക്ക് കൂടുതൽ സ്ട്രാറ്റജിക്കലി എങ്ങനെ ഈ ഒരു പേപ്പർ എക്സാംഷന് ഫോക്കസ് ചെയ്യാം. ഇനിയും നവംബർ 15th ആയി, ഇനിയും പേപ്പർ എക്സാംഷന് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഇനിയും പേപ്പർ എക്സാംഷന് ഫോക്കസ് ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒത്തിരി ഫ്രീക്ഡ് ഔട്ട് ആവരുത് എക്സാമിന്റെ ഡേറ്റ് അടുക്കുമ്പോൾ. സോ ദോസ് ആർ ദ ഫ്യൂ കോമൺ തിങ്സ് വിൽ ഫസ്റ്റ് ഡിസ്കസ് which I can help you from my point. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനകത്ത് ചോദിക്കാം. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് വീൽ ഡിസ്കസ് ഓൺ കോമൺ തിങ്സ്. അതായത് കുറെ പേർക്ക് ഡൗട്ട് വന്നേക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറിയല്ലോ. അങ്ങനെ പാറ്റേൺ മാറി എന്നല്ല നമ്മൾ ബേസിക്കലി പറയുന്നത്. വേ യു അപ്രോച്ച് ഇസ് അൾട്ടിമേറ്റ്ലി ദ സെയിം. ഒരു മാറ്റവും ഇല്ല. അവര് നേരത്തെ ഓരോ ലൈനായിട്ട് തന്ന സാധനം ഇപ്പൊ ഒരു കഥയായിട്ട് തരുന്നു. ആ കഥ നമ്മൾ ആൻസർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഈ പണ്ട് ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെ പാസേജ് കണ്ടുപിടിക്കുക അങ്ങനെ ഒരു അപ്രോച്ച് അല്ല. സോ വിൽ ഡീൽ വിത്ത് ബോത്ത് ഓഫ് ഇറ്റ്. സോ ജനറലി വിൽ ഹാവ് എ കോമൺ കോൺവെർസേഷൻ ഫോർ സേ 5 or 10 minutes. അത് കഴിഞ്ഞിട്ട് വിൽ ഗോ ഇൻ ദ സബ്ജക്ട് ഇൻ ഡീറ്റെയിൽ. സോ ഇൻ കോമൺ ആയിട്ട് ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇറ്റ്സ് വെരി കോമൺ. May 2020 അറ്റംപ്റ്റിൽ എല്ലാവരും ഫോക്കസ് ചെയ്ത് വന്നു. അറ്റംപ്റ്റ് നമ്മൾ ലാസ്റ്റ് മൊമെന്റ് ആയപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞത്. ഇൻസ്റ്റിറ്റ്യൂട്ടെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ലാസ്റ്റ് മൊമെന്റ് വരെ ദേ ഓൾസോ വാണ്ടഡ് ടു ഗിവ് യു എ ചാൻസ്. നിങ്ങൾ വന്ന് പരീക്ഷ എഴുതണം എന്ന് അവർക്കുണ്ടായിരുന്നു. പക്ഷെ കീപ്പിംഗ് വിത്ത് ദി ഗവൺമെന്റ് റെഗുലേഷൻസ് ദേ ഡിഡ് നോട്ട് ഗെറ്റ് ദ പെർമിഷൻ. അതുകൊണ്ടാണ് പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്തത്. ആൻഡ് ദിസ് ഹസ് ഡ്രാസ്റ്റിക്കലി എഫക്റ്റഡ് ലോട്ട് ഓഫ് സ്റ്റുഡൻസ്. ഒത്തിരി പേര് എഫക്റ്റഡ് ആയിട്ടുണ്ട്. പരീക്ഷ ഇനിയും അടുത്തു. കുറെ പേര് ഡയറക്ട് എൻട്രി സ്റ്റുഡൻസ് ഹസ് സ്റ്റാർട്ടഡ് ബാക്ക് ദർ ആർട്ടിക്കിൾഷിപ്പ്. അവർ തിരിച്ചു പോയി ആർട്ടിക്കിൾഷിപ്പ് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. കുറെ പേര് മനസ്സും അടുത്ത് നവംബർ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു വന്നു. അപ്പൊ നവംബർ അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നവംബർ ഫസ്റ്റ് ഫേസ്, നവംബർ സെക്കൻഡ് ഫേസ്, അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജനറൽ ഐഡിയ കിട്ടിക്കാണും. എന്താണ് ഈ നവംബർ ഫസ്റ്റ് ഫേസ് ആൻഡ് നവംബർ സെക്കൻഡ് ഫേസ് എന്നൊക്കെ ഒരു ജനറൽ ഐഡിയ കിട്ടിക്കാണും. ഇല്ലെങ്കിലും യു ക്യാൻ ആക്ച്വലി റൈറ്റ് ദാറ്റ് ഇൻ ദി ചാറ്റ് ബോക്സ്. അതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും യു ക്യാൻ റൈറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. അങ്ങനെയാണ് ഇപ്പൊ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പൊ കോമൺ ആയിട്ട് സ്റ്റുഡൻസ് വിളിച്ചു ചോദിക്കുന്നത്, മെസ്സേജ് അയക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ട് ആണ്, ഫസ്റ്റ് ഫേസിൽ എക്സാം കൊടുക്കണോ അതോ സെക്കൻഡ് ഫേസിൽ എക്സാം കൊടുക്കണോ? ഞാൻ ഒരിക്കലും സെക്കൻഡ് ഫേസ് സജസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം, if you have prepared at least 80% of your paper, I will always say go give your attempt. ഇല്ല, നിങ്ങൾക്ക് കോവിഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ്സിന് കോവിഡ് ആണ്, കണ്ടെയ്ൻമെന്റ് സോൺ ആണ്, പോവാൻ പറ്റില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് വൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് ഗിവൺ യു ആൻ ഓപ്ഷൻ. നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ജാനുവരിയിൽ എഴുതിക്കോ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഇനിയും പഠിക്കാം എന്ന് ഓർത്ത് നമ്മൾ ഒരിക്കലും എക്സാം പോസ്റ്റ്പോൺ ചെയ്യില്ല. അതിന്റെ എനിക്കിപ്പം നിങ്ങൾ മാമിന് അത് പറയാൻ എളുപ്പമാണ്. പക്ഷെ നമുക്കറിയായിരുന്നു നമ്മുടെ നോർമൽ എക്സാം എപ്പോഴായിരുന്നു നടക്കേണ്ടത്. നവംബർ ഫസ്റ്റ് അല്ലെ നവംബർ സെക്കൻഡിനായിരുന്നു എക്സാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ശരിയാണ്, ലാസ്റ്റ് മൊമെന്റ് ആണ് വന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ മെയ്ഡ് അറ്റംപ്റ്റ് മെർജായി നവംബറിലോട്ട് വരുമ്പോഴും നമുക്കറിയായിരുന്നു നവംബർ സെക്കൻഡിന് എക്സാം നടക്കും. സോ വി വെർ പ്രിപ്പയറിംഗ് അക്കോർഡിംഗ്ലി. ബട്ട് നമ്മൾ ഹ്യൂമൻസ് ആണ്. ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറയുമ്പോൾ പണ്ട് 8 മണിക്കൂർ അല്ലെ 10 മണിക്കൂർ പഠിച്ചുകൊണ്ടിരുന്ന ഒരാൾ നോർമൽ ആയിട്ട് 2 മണിക്കൂർ 3 മണിക്കൂറായിട്ട് കട്ട് ഷോർട്ട് ചെയ്യും. ചിലപ്പോൾ ആ ദിവസം തന്നെ പഠിക്കാതെ അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ പഠിത്തം പോസ്റ്റ്പോൺ ചെയ്യും. ഇറ്റ് ഇസ് വെരി നോർമൽ. ഞാനാണേലും അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ
ഈ എക്സാം പോസ്റ്റ്പോൺ ചെയ്യുമ്പം എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ടെൻഡൻസി കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഫസ്റ്റ് ഫേസിൽ എക്സാം എഴുതാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ഞാനൊരു 80% പോർഷൻ കവർ ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ റൈറ്റ് യുവർ അറ്റംപ്റ്റ്. കാരണം ഈ നവംബറിലെ അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്തു, നിങ്ങൾ ജാനുവരി ആവുമ്പോൾ ഡിസംബർ ആവുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ വർഷം ഒന്നും നടന്നില്ല, ഇനി ന്യൂ ഇയർ എങ്കിലും ആഘോഷിക്കാൻ ഓർത്ത് വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കും. പിന്നെ കുറെ പേര് തിരിച്ച് ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്യുന്നവരാണ്, വർക്കിൽ കുറച്ചും കൂടെ ബിസി ആവും. പിന്നെ ജാനുവരി എൻഡ് ആകുമ്പോൾ നേരത്തെ ലീവ് കൊടുത്തവരാണെങ്കിൽ പറയും ഇത്രയും ലീവ് വന്നാൽ ഇനി കുറച്ച് ദിവസമേ തരുള്ളൂ എന്ന് പറയും. അല്ല ഓൾറെഡി പഠിച്ചു പോയ പിള്ളേരാണെങ്കിൽ എല്ലാം മറന്നുപോകും, ഓൾറെഡി പഠിച്ചത് ഉഴപ്പി വരുമ്പോൾ മറന്നുപോകും. സോ ഇഫ് യു വെരി കോൺഫിഡന്റ് ആസ് സച്ച്, എത്രയാണ് ഈ കോൺഫിഡൻസ് ലെവൽ? നമുക്ക് ഒരിക്കലും ഒരു പ്രൊഫഷണൽ എക്സാമും 100% പഠിച്ചു പോയി പരീക്ഷ എഴുതാൻ പറ്റില്ല. ദാറ്റ് ഇസ് എ ഫാക്ട്. നമ്മൾ എല്ലാവരും ഫാക്ട് അക്സെപ്റ്റ് ചെയ്യണം. 100% പഠിച്ച്, അല്ലെങ്കിൽ നമ്മളിപ്പോ റാങ്ക് ബേസിനൊക്കെ പഠിക്കുകയാണ്, ഒരു 1.5 വർഷമൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്. സോ ജനറലി സ്പീക്കിംഗ് ആരും 100% പോർഷൻസ് കവർ ചെയ്യാറില്ല. ഞാനാണെങ്കിലും കവർ ചെയ്യില്ല, നമ്മളൊരു 80% പോർഷനെ കവർ ചെയ്യുള്ളൂ. സോ ദീസ് ആർ ദ ഫ്യൂ സ്ട്രാറ്റജീസ് വിച്ച് യു ക്യാൻ അപ്ലൈ. നമ്പർ 1, ഇപ്പൊ നമ്മൾ 80% പഠിച്ചുള്ളെങ്കിൽ ഇനിയും റിമൈനിങ് 20% പഠിക്കണ്ട എന്ന് പറയുന്നതിന്റെ റീസൺ 80% റിവിഷൻ ആണ് നടത്തേണ്ടത്. നിങ്ങളൊരു കോമൺ സെൻസിൽ ആലോചിച്ചാൽ മതി. 80% ഞാൻ പഠിച്ചു, 20% റിമൈനിങ് ആയിട്ട് കിടപ്പുണ്ട്. നമുക്ക് 4 സബ്ജക്ട്സ് ഉണ്ട്, നമുക്ക് അതിന്റെ വോളിയം എത്രയാണെന്ന് അറിയാം. DT ആണെങ്കിലും IDT ആണെങ്കിലും കോസ്റ്റിംഗ് ആണെങ്കിലും ലോ ആണെങ്കിലും അക്കൗണ്ട്സ് ആണെങ്കിലും ഒന്നും വളരെ കുറച്ച് പോർഷൻസ് ഉള്ള ഒരു ഏരിയ അല്ല. ഇറ്റ് ഓൾ ഹാസ് ഇൻഡെപ്ത് ഏരിയാസ്. അപ്പൊ നമുക്ക് ആ 20% ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു കാര്യം പഠിക്കുകയാണ്. പഠിക്കുമ്പോൾ നമ്മളൊരു ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യുന്ന പോലെയോ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. യു വിൽ കൺസ്യൂം എ ലോട്ട് ഓഫ് ടൈം. അപ്പൊ 20% അല്ല ഇനി നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണ്ടേ. നിങ്ങൾ 80% ഈ പോയ സെപ്റ്റംബർ, ഒക്ടോബർ, ഓഗസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തതും അല്ലാതെ നിങ്ങളായിട്ട് എഫേർട്ട് എടുത്തതും യു ഹാവ് ടു കീപ്പ് ഓൺ റിവൈസിങ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഈ 20% 100 മാർക്സിനും ക്വസ്റ്റ്യൻ വരില്ല. നിങ്ങളെ വിട്ട് 20% 100 മാർക്സിനും ക്വസ്റ്റ്യൻ വരില്ല. ദ മാക്സിമം ക്വസ്റ്റ്യൻസ് എത്രയ്ക്ക് വരാൻ പറ്റും? ഒരു 25 മാർക്കിന് വരാം. പോട്ടെ, ഒരു 30 മാർക്സ് ടു ദ എക്സ്റ്റെന്റ് ആണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ 10 മാർക്ക് ആകാം, ചിലപ്പോൾ ക്വസ്റ്റ്യനേ വരില്ല, ചിലപ്പോൾ 25 മാർക്സ് ആകാം. മാക്സിമം ഒരു 30 മാർക്സ് വെച്ചു, പിന്നെ നിങ്ങളുടെ കയ്യിൽ 70 മാർക്സ് ഉണ്ട്. ഈ 70 മാർക്സ് നമുക്ക് തറോ ആയിട്ട് അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര ടഫായിട്ട് വന്നാലും ആ 70 മാർക്സ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്തുകൂടെ? ഈ 70ൽ ടോട്ടൽ എത്ര കിട്ടിയാൽ മതി? 50 കിട്ടിയാൽ മതി. 20 മാർക്സ് തെറ്റി, അല്ലെ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഹാഫ് ആയിട്ട് പാർഷ്യൽ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, ലാസ്റ്റ് ആൻസർ ആണ് തെറ്റിയത്, വർക്കിംഗ് നോട്ട് എഴുതിയില്ല, ഇതൊക്കെയാണെന്ന് അസ്യൂം ചെയ്താണല്ലോ നമുക്ക് വരാൻ പോകുന്ന മിസ്റ്റേക്സ്. ഇതെല്ലാം വന്നാൽ പോലും 50 മാർക്സ് വെച്ചോ. 4 പേപ്പറും അങ്ങനെ 50 വരില്ലല്ലോ. നമ്മളെല്ലാം ഒരു കോർ ഏരിയ ഉണ്ട് നമുക്ക് എല്ലാവർക്കും. ഇപ്പൊ എന്റെ കോർ ഏരിയ അല്ലെ, എനിക്ക് സ്കോറിംഗ് ഏരിയ ആണെന്ന് എപ്പോഴും തോന്നിയിട്ടുള്ള ഏരിയാസ് ആണ് ലോയും ടാക്സും. ഈ 2 പേപ്പർ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത 2 പേപ്പേഴ്സ് ആണ്. അക്കൗണ്ട്സും വലിയ കുഴപ്പമില്ല, കമ്പയർഡ് കോസ്റ്റിംഗ് എനിക്ക് പറ്റുന്ന ഒരു പേപ്പർ അല്ല. സോ അപ്പൊ ഞാൻ കൂടുതൽ എന്തിലായിരിക്കും ഫോക്കസ് ചെയ്യുക? ലോയ്ക്കും ടാക്സിനും ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക, അല്ലെ ഞാൻ കൂടുതൽ അക്കൗണ്ട്സിനും കൂടെ ഒരു ഫോക്കസ് കൊടുക്കും. അങ്ങനെ വേണം നിങ്ങൾ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യാൻ. ഇപ്പൊ മിക്ക സ്റ്റുഡൻസും ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് പഠിച്ച് തീരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് 65% കവേർഡ് ആയിട്ടുള്ളൂ എന്നുള്ള ബേസിസിൽ ദേ ആർ സ്കിപ്പിംഗ് ദി എൻറ്റയർ അറ്റംപ്റ്റ് ആൻഡ് ദേ ഗോയിങ് ടു ദ സെക്കൻഡ് ഫേസ് ഓഫ് നവംബർ. അങ്ങനെ ചെയ്യരുത്. കാരണം നവംബറിൽ എത്തുമ്പോൾ ഈ എന്ത് പെൻഡിങ് പോർഷൻ ആണോ വെച്ചത്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലോ ആണ് പെൻഡിങ് ആയിട്ട് വെച്ചതെന്ന് വിചാരിക്കാം. ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഗ്രൂപ്പ് 1 ഇൻ കോമൺ, ഗ്രൂപ്പ് 1 പാസ്സായ കുട്ടികളും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ലോ ആണ് പെൻഡിങ് വെച്ചിരുന്നത്, ബാക്കി 3 പേപ്പേഴ്സ് നമുക്ക് കോമൺ ആയിട്ട് അറിയാം. ഈ ലോയ്ക്കകത്ത് എത്ര മാർക്സ് ഉണ്ട്? 30 മാർക്സ് ഒബ്ജക്റ്റീവ് ഉണ്ട്. അതിനകത്ത് കമ്പനി ലോയും ഉണ്ട്, അലൈഡ് ലോയും ഉണ്ട്. കമ്പനി ലോ ശരിയാണ്, അതിന്റെ വോളിയം കുറച്ചും കൂടെ കൂടുതലാണ് അലൈഡ് ലോയിനെ അപേക്ഷിച്ചിട്ട്. പക്ഷെ അലൈഡ് ലോയേക്കാളും കുറച്ചുകൂടെ എളുപ്പം പഠിക്കാനായിട്ട് കമ്പനി ലോ ആണ്. അപ്പൊ ഫോക്കസ് ഓൺ കമ്പനി ലോ പ്ലസ് MCQ കൂടുതൽ ഫോക്കസ് ചെയ്താൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് 50 മാർക്സ്. 40 മാർക്സ് അല്ല, 30 മാർക്കിൽ 20 മാർക്ക് ഒബ്ജക്റ്റീവ്സും 20 മാർക്ക് എഴുതാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ക്ലാസ് കേട്ടിട്ടുള്ളവരാണെങ്കിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഒരു തവണ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് കളക്ട് ചെയ്യാൻ പറ്റും. മേ ബി സെക്ഷൻ നമ്പർ ഓർത്തൊന്നും വരില്ല, പക്ഷെ യു വിൽ ബി ഏബിൾ ടു അറ്റംപ്റ്റ് ദാറ്റ് പെർട്ടിക്കുലർ പ്രൊവിഷൻ. അങ്ങനെ ഒരു സ്ട്രാറ്റജിക് പ്ലേ നടത്തിയിട്ട് വേണം എപ്പോഴും എക്സാം എഴുതാനായിട്ട്. ഓൾവേസ് ഗിവ് ദാറ്റ്. കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്ക് ആണ് ഇനിയും പുതിയതായിട്ട് ഒരു കാര്യവും പഠിക്കില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഓൾറെഡി November 15. സോ കീപ് റിവൈസിങ് വാട്ട് യു ഹാവ് സ്റ്റഡീഡ്. ഈ റിവിഷൻ എല്ലാം കഴിഞ്ഞിട്ട്
ഇഫ് യു സ്റ്റിൽ ഹാവ് പെൻഡിങ് ടൈം, എനിക്ക് ഒരു 1-2 ടോപ്പിക്കും കൂടെ പഠിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ഞാൻ ചില കുട്ടികൾ പെട്ടെന്ന് ടെൻഷൻ അടിക്കും, അങ്ങനത്തെ കുട്ടികൾ എഫേർട്ട് കൊടുക്കണ്ട. വാട്ട് എവർ യു ഹവ് സ്റ്റഡീഡ് കീപ് റിവൈസിങ് ഇറ്റ്. അല്ലാത്ത കുട്ടികൾ ഇഫ് യു ഫീൽ ദാറ്റ് ഞാൻ ഈ പഠിച്ച 60% 80% ഞാൻ ഓക്കെ ആണ്, ഞാൻ 1 ടൈം റിവിഷൻ നടത്തി, ഐ എം ഏബിൾ ടു റിക്കളക്ട് ഇറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ബാക്കി 20 മാർക്സ് എത്രയാണോ 20% വിട്ടേക്കുന്നത്, അതിന്റെ സെലക്ടഡ് ആയിട്ടുള്ള 5 to 6 പോർഷൻസ് സെലക്ട് ചെയ്യാം. എങ്ങനെ സെലക്ട് ചെയ്യും? ടേക്ക് ദി RTP ഓഫ് ദ പ്രീവിയസ് 5 അറ്റംപ്റ്റ്. അതായത് ഇപ്പൊ RTP November 2020, RTP May 2020, November 2019, May 2019 and the previous attempt November 2018. ഇങ്ങനെ 5 അറ്റംപ്റ്റിന്റെ RTP എടുക്കുക. ഏത് പെർട്ടിക്കുലർ ചാപ്റ്റർ ആണോ നിങ്ങൾ വിട്ടേക്കുന്നത്, RTPയിൽ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിച്ചേക്കുന്നത് നോക്കുക. 75 to 80% സിമിലർ പാറ്റേൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനെ വരുള്ളൂ. ഇപ്പൊ ചില പെർട്ടിക്കുലർ ചാപ്റ്റർ ഇസ് വെരി ഡിഫിക്കൾട്ട് ഫോർ യു, നമുക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ലോ ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ബീറ്റ് എനി സബ്ജക്ട്. ഞാൻ ലോ എസ് സ്പെസിഫിക്കലി പറയാണ്. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുവാണ്, സേ പ്രോസ്പെക്ടസ് ആണ്, വളരെ ബുദ്ധിമുട്ടാണ് ഓർത്തെടുക്കാനായിട്ട്. ഈ 5 അറ്റംപ്റ്റിൽ പ്രോസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ട് എന്ത് പെർട്ടിക്കുലർ ടോപ്പിക് ആണ്, അല്ലെ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് RTPയിൽ ചോദിച്ചേക്കുന്നത് നോക്കുക. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും MTPയിലും ചോദിച്ചേക്കുന്നത്. RTPയും MTPയും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിൽ അവൈലബിൾ ആണ്, അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ യു ആർ ഏബിൾ ടു സീ ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണ് വന്നേക്കുന്നത്, ദിസ് ഇസ് ദി ആൻസർ വിച്ച് ഇസ് പ്രസന്റഡ്. അപ്പൊ ആ ചാപ്റ്റർ മുഴുവൻ പഠിക്കുന്നതിന്റെ എഫേർട്ടും തോന്നൂല, ആ പറയുന്ന പെർട്ടിക്കുലർ ചാപ്റ്ററും കംപ്ലീറ്റഡ് ആവും. ഇങ്ങനെ മാത്രമേ പെൻഡിങ് ആയിട്ട് ഏതെങ്കിലും ഒരു ചാപ്റ്റർ ലോയ്ക്കകത്ത് വെച്ചിട്ടുണ്ടെങ്കിലും സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് ചെയ്യാവുള്ളൂ. അല്ലാതെ ഇനിയും വരുന്ന ദിവസത്തിന് പുതിയൊരു ചാപ്റ്റർ പഠിക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ സമയം കളയരുത്. സോ ദിസ് ഇസ് 1 point all of you have to keep in mind. ഇത് നോക്കിക്കോണം. സെക്കൻഡ് ഇമ്പോർട്ടന്റ് തിങ്, RTP November 2020, RTP May 2020 എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പൊ നിങ്ങൾ 20% മാറ്റി നിർക്കെ, whichever questions, whichever chapter that you have studied, you have to go through the entire questions. ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം, ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ വരാതിരിക്കാം, പക്ഷെ അതേ പാറ്റേണിലായിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ, മീറ്റിംഗ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കാം. ലോയ്ക്കകത്ത് മീറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണെങ്കിൽ ഓൾഡ് സിലബസിനും ന്യൂ സിലബസിനും കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ നോട്ടീസിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റൻ ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് RTPയിൽ ഇട്ടേക്കുന്നതെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നോട്ടീസിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റൻ ആയിരിക്കില്ല മെയിനകത്ത് വരിക, പക്ഷെ യു വിൽ അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് ഒരു കേസ് റിലേറ്റഡ് ക്വസ്റ്റൻ അവർ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഹൗ ആർ യു എക്സ്പെക്ടഡ് ടു ആൻസർ. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എടുക്കുക. ഇപ്പൊ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് MCQന്റെ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഒരു സ്ട്രാറ്റജിക് ഫോർമുലേഷൻ, സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ, അല്ല ഒന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. കോർപ്പറേറ്റ് ലെവൽ ഉണ്ട്, ബിസിനസ് ലെവൽ ഉണ്ട്, ഫംഗ്ഷണൽ ലെവൽ ഉണ്ട്. 3 ലെവലുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാം കോർപ്പറേറ്റ് ലെവൽ എന്താ ചെയ്യുന്നത്, ഫംഗ്ഷണൽ ലെവൽ എന്താണ് ചെയ്യുന്നത്, മിഡിൽ ലെവൽ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് 3 കാര്യങ്ങൾ അറിയാം. സോ ആ 3 കാര്യങ്ങൾ എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റണം. അതിനുള്ള കീവേഡ്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. MCQ കാണുമ്പോൾ തന്നെ ഐ ജസ്റ്റ് ഗിവ് യു എ സാമ്പിൾ, നമ്മളത് സോൾവ് ചെയ്യും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പൊ അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുവാണ്, ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുവാണ്, എന്നിട്ട് ഒരാളുടെ പേര് ഇങ്ങനെ തന്നു, അല്ലെങ്കിൽ രത്തൻ ടാറ്റ ഇസ് പാർട്ട് ഓഫ് ദ കോർപ്പറേറ്റ് ലെവൽ, രത്തൻ ടാറ്റ ഡിസൈഡ്സ് ടു ടേക്ക് ദ ഡിസിഷൻ, എന്നിട്ട് കുറെ ഡിസിഷൻസ് അവിടെ കൊടുക്കും. ഏത് ഡിസിഷൻ ആയിരിക്കും രത്തൻ ടാറ്റ എടുക്കാൻ പോകുന്നത്, എന്തുമായിരിക്കും ഏറ്റവും കോർപ്പറേറ്റ് ലെവൽ എപ്പോഴും എന്തും എടുക്കുക, സ്ട്രാറ്റജിക് ഡിസിഷൻ ആണ്. അപ്പൊ നമ്മൾ MCQനകത്ത് 4 എണ്ണം വായിച്ചു നോക്കുന്നതിന് മുന്നേ ആയിട്ട് സ്ട്രാറ്റജിക് ഡിസിഷൻ എവിടെയെങ്കിലും കാണുന്നുണ്ടോ, വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഡിസിഷൻ MCQ കാണുന്നുണ്ട് ടിക്ക് ചെയ്യുക. എപ്പോൾ ടിക്ക് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ടിക്ക് ചെയ്യുക, എന്നിട്ട് നോക്കുക. ബാക്കി വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൺഫ്യൂഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് വൺ ഓഫ് ദ കോമൺ മിസ്റ്റേക്ക് അഗൈൻ. അപ്പൊ ലോയിലോട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പറയുവാണെങ്കിൽ ഇപ്പോ ഡിവിഡൻഡ് ചാപ്റ്റർ കോമൺ അല്ല, നമ്മുടെ മീറ്റിംഗ്സ് ചാപ്റ്റേഴ്സ് കോമൺ. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഒരു കോമൺ കാര്യം ഞാൻ പറയാം. നോട്ടീസ് നമ്മൾ എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം? 21 ക്ലിയർ ഡേ നോട്ടീസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ പിള്ളേർ പൊതുവെ MCQ ചെയ്യുമ്പം ചുമ്മാ തെറ്റിക്കും, വളരെ കെയർലെസ് ആയിട്ട് തെറ്റിക്കും. നമുക്ക് എന്തെങ്കിലും നോക്കാം, അവരെന്ത് കഥ വേണേലും തന്നോട്ടെ, നോട്ടീസ് എത്ര ദിവസത്തിനുള്ളിലാണ് കൊടുക്കേണ്ടത്? 21 ക്ലിയർ ഡേ നോട്ടീസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓപ്ഷനകത്ത് 21 ക്ലിയർ ഡേ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ പ്രൊവിഷൻ ആണ് റിക്കളക്ട് ചെയ്യേണ്ടത്. വാട്ട് ഇസ് ദ പ്രൊവിഷൻ വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ ലോ? When it comes to strategic management, what is the theory that I have studied? നമ്മൾ പല മെട്രിക്സുകൾ പഠിച്ചു, BCG മെട്രിക്സ് പഠിച്ചു, ക്യാഷ് കൗ പഠിച്ചു. ഞാൻ രണ്ടും കൂടെ റിലേറ്റ് ചെയ്താട്ടോ പറയുന്നത്. പല രീതിയിൽ നമ്മൾ പഠിച്ചു. അപ്പൊ എന്തായിരുന്നു BCG മെട്രിക്സ്, അല്ലെ ക്യാഷ് കൗ എന്ന് പറയുന്നത് എന്തായിരുന്നു? അപ്പം നമുക്ക് പെട്ടെന്ന്
I've given you a lot of examples. അപ്പൊ പെട്ടെന്ന് നമുക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റണം. എല്ലാ MCQ വെച്ചിട്ട് നമ്മളിരുന്ന് ആലോചിക്കും 7 days ആയിരുന്നോ, 6 days ആയിരുന്നോ, 21 days ആയിരുന്നോ, 14 days ആയിരുന്നോ. അങ്ങനെ ചെയ്യരുത്. എന്ത് പ്രൊവിഷൻ ആണോ, ട്രൈ ടു റിക്കളക്ട് ദാറ്റ് പ്രൊവിഷൻ, then read the options. Never go read the options first. ഈ ഓപ്ഷൻസ് ആദ്യം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ലോയ്ക്കകത്ത് ഒത്തിരി 7, ഒത്തിരി 30 days, ഒത്തിരി 21 days, ഒത്തിരി 14 days കാണുമ്പോൾ ഇതാണെന്ന് തോന്നുന്നു, അല്ല ഇതാണെന്ന് തോന്നുന്നു, അതോ both of the above ആണ്, അല്ല none of the above ആണ്. അപ്പൊ that is a point where you get really confused when it comes to law. When it comes to the strategic management part, ഇത് ഞാൻ ഫങ്ഷണൽ ലെവലാന്ന് തോന്നുന്നു, ഫങ്ഷണൽ ലെവൽ അല്ല, ദിസ് ഇസ് ബിസിനസ് ലെവൽ. അങ്ങനെ ചിന്തിക്കരുത്. വാട്ട് ഇസ് ദ തിയറി ദാറ്റ് യു ഹവ് സ്റ്റഡീഡ്? ബിസിനസ് ലെവൽ എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ ഡിസിഷൻസ് വിച്ച് ഹസ് ബീൻ ടേക്കൺ. ഈ പറയുന്ന ഡിസിഷൻ ആ MCQനകത്ത് കൊടുത്തിട്ടുണ്ടോ, ദെൻ ദാറ്റ് ഇസ് ദി ആൻസർ. പിന്നെ ഒരിക്കൽ മാർക്ക് ചെയ്തിട്ട് റബ്ബ് ചെയ്ത് എഴുതുന്ന ആൻസർ പൊതുവെ തെറ്റായിരിക്കും. സോ only once you are finalized with your answer, go attempt that in the MCQ. ചാടി കയറി MCQനകത്ത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾവേസ് മാർക്ക് ദാറ്റ് ഇൻ യുവർ ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു ലൈറ്റ് പെൻസിൽ ഇട്ടിട്ടൊന്ന് മാർക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ആൻസർ പേപ്പറിന്റെ ഏറ്റവും അവസാനം പെൻസിൽ ജസ്റ്റ് എഴുതി വെക്കുക. ദീസ് ആർ ദി ഓപ്ഷൻസ്. പിന്നെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, 20 മിനിറ്റ്സിൽ കൂടുതൽ MCQന് ഇൻവെസ്റ്റ് ചെയ്യരുത്. ബാക്കി 70 മാർക്സ് നമുക്ക് എഴുതണം. അതാണ് പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓൺ ഡോട്ട് എല്ലാവരും വാച്ച് കൊണ്ടുപോകണം, വാച്ച് ആ ടേബിളിൽ വെക്കണം. 20 മിനിറ്റ്സിനുള്ളിൽ MCQ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി 20 മിനിറ്റ്സിനുള്ളിൽ MCQ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, സ്റ്റോപ്പ് ഇറ്റ് then and there and start your your theory part. പിന്നെ when you write the theory part, first thing, strategic management ആണെങ്കിലും law ആണെങ്കിലും ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റിനെ ആദ്യം അറ്റംപ്റ്റ് ചെയ്യാവുള്ളൂ. എല്ലാവരുടെയും പ്രശ്നം ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ല. യു ആർ ബീങ് ഗിവൺ 15 minutes to read your question paper. ആ 15 minutesൽ നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഏത് ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം എഴുതും. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ഓൾവേസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ആദ്യം നമ്മൾ നോക്കുക ആ ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 എടുത്തു, 1നകത്ത് എയും ബിയും എനിക്ക് അറിയാം, സി വലിയ കുഴപ്പമില്ല, ഡി ഒട്ടും അറിഞ്ഞൂടാ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ABC എനിക്കറിയാം, ഡി വലിയ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ അറ്റംപ്റ്റ് ചെയ്യാം, ബാക്കി എല്ലാം ഏകദേശം കുഴപ്പമില്ല എന്നുള്ളൊരു മട്ട് മാത്രമേ ഉള്ളൂ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ അറ്റംപ്റ്റ് ഫസ്റ്റ്. ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോവുക. അപ്പൊ ആദ്യം ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് വേണം അറ്റംപ്റ്റ് ചെയ്യാൻ. ദീസ് ആർ ദ കോമൺ മിസ്റ്റേക്ക്. തുടങ്ങുമ്പോൾ തന്നെ പേപ്പർ വെട്ടി എക്സാമിനർ ഒരു ബാഡ് ഇംപ്രഷൻ കൊടുക്കില്ല, ദാറ്റ് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല, ഞാൻ എന്താ എഴുതുന്നത്, ഇനിയും തെറ്റി എങ്ങാനും പോയി വെട്ടിക്കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ വെട്ടിക്കളഞ്ഞോണ്ട് ഞാൻ ഫെയിൽ ആവോ, അങ്ങനെ വെട്ടിക്കളഞ്ഞോണ്ട് ഫെയിൽ ആവില്ല. ഐ എം ജസ്റ്റ് ടെല്ലിങ് ബിക്കോസ് ഓൾവേസ് ഇറ്റ്സ് ലൈക്ക് യു ഹാവ് ടു ക്രിയേറ്റ് എ ഫസ്റ്റ് ഇംപ്രഷൻ ഇൻ യുവർ ആൻസർ പേപ്പർ. അത് എപ്പോഴും മനസ്സിൽ വെച്ചോണം. സോ ദിസ് ഇസ് വൺ തിങ് ഐ ഹാവ് ടു കീപ് telling you for both, be it strategic management or law, 20 മാർക്സിൽ കൂടുതൽ MCQ എടുക്കാൻ പാടില്ല. ആൻഡ് ദ സെക്കൻഡ് തിങ്, ഫസ്റ്റ് ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. തേർഡ് തിങ്, ഏറ്റവും ഹയസ്റ്റ് മാർക്ക് അറിയാമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ്? ഇപ്പൊ ഒരു ഞാൻ ബേസിക്കലി കുറച്ച് സ്ലോ റൈറ്റർ ആണ്. ഞാൻ കുറച്ച് പയ്യാണ് പരീക്ഷ എഴുതുന്നത്, എനിക്ക് സ്പീഡില്ല എഴുതാൻ. അപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോ എനിക്ക് അറിയാവുന്നത് വലിയ മാർക്കിന്റെ ക്വസ്റ്റനും എനിക്ക് നന്നായിട്ട് അറിയാം, 8 മാർക്സും എനിക്ക് നന്നായിട്ട് അറിയാം, 4 മാർക്സും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ എന്തോർത്തു, രണ്ടും ഈക്വലി നന്നായിട്ട് അറിയാം, അപ്പൊ ആ ചെറിയ മാർക്കിന്റെ അങ്ങ് ആദ്യം എഴുതി തീർക്കാം, എന്നിട്ട് വിസ്തരിച്ച് ഞാൻ വലിയ മാർക്കിന്റെ എഴുതാം നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ നമുക്ക് ഒരിക്കലും പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആയതുകൊണ്ട് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 8 മാർക്കിന്റെ പരിധിയിൽ അങ്ങ് എഴുതി പോകും. ജസ്റ്റ് കുറച്ച് പ്രൊവിഷൻസ് എഴുതിയാൽ മതിയായിരിക്കും. നമുക്കറിയാവുന്ന കഥ മുഴുവൻ നമ്മൾ ആ പേപ്പറിനകത്ത് എഴുതി വെക്കും. സോ വാട്ട് യു ആർ ഡൂയിങ്, യു ആർ ലൂസിങ് യുവർ ടൈം, യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. ആ 8 മാർക്സിനുള്ള സാധനം 4 മാർക്സിന് എഴുതും, 4 മാർക്സിന്റെ സാധനം 8 മാർക്സിന്റെ രീതിയിൽ എഴുതും. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദ കോമൺ മിസ്റ്റേക്ക് എവ്രി വൺ ഇസ് ഡൂയിങ്. ഡോണ്ട് ഡു ദാറ്റ്. ഈക്വലി നമുക്കറിയാം 4 മാർക്സും 8 മാർക്സും, അല്ലെ 5 മാർക്സ് ആൻഡ് 8 മാർക്സ്, യു നോ ഇറ്റ് ഈക്വലി, ഒരേപോലെ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൾവേസ് ഗോ ഫോർ ദി 8 മാർക്സ്. കാരണം ആ 8 മാർക്സ് നമുക്ക് പോയ 8 മാർക്ക് പോകുന്നില്ല. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കണം. നമ്മളാണെങ്കിൽ പൊതുവേ ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ വൃത്തിക്ക് എഴുതി, മറ്റേതങ്ങ് ഫുള്ളി ഞാൻ വിട്ടു. അങ്ങനെ ചെയ്യരുത്. ഓൾവേസ് അപ് ടു ദ പോയിന്റ് എഴുതുക. ആ എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക, എന്നാലും അവർക്ക് മാർക്ക് ഇടാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, അതിപ്പോ ഒരു സെക്ഷൻ 8 കമ്പനിയാണ് ലോയ്ക്കകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നുണ്ടെങ്കിൽ സെക്ഷൻ 8 കമ്പനി എന്താണ്, റിവോക്കേഷൻ ഓഫ് ലൈസൻസ് എന്താണെന്നൊന്ന് എഴുതി വെക്കണം. എഴുതി വെക്കാതെ ദേ കനോട്ട് ഗിവ് യു മാർക്സ്. സോ അറ്റ്
attempt maximum number of questions when it comes to the strategic management part. Case related ആയിട്ടുള്ള questions വരും. ഈ case related ആയിട്ടുള്ള question വരുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യണം? ലോ പോലെ തന്നെ ആദ്യം ആ തിയറി എന്താന്ന് എഴുതണം. You have to write what is exactly the theory which is given. ഇപ്പൊ different type of strategy, turn around strategy ബേസ് ചെയ്തിട്ടാണ് question ചോദിച്ചേക്കുന്നതെന്ന് വിചാരിക്കുക. ആദ്യം ടേൺ അറൌണ്ട് സ്ട്രാറ്റജി എന്താന്ന് എഴുതുക. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഓർഗനൈസേഷൻ ടേൺ അറൌണ്ട് ആയത് എന്ന തിയറി എഴുതിയാൽ മാത്രമേ എക്സാമിനറിന് മനസ്സിലാവുള്ളൂ. അതായത് വൈ ആർ യു റൈറ്റിംഗ് ടേൺ അറൌണ്ട് ഹിയർ എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. സോ ഐ ഷോ യു ദാറ്റ് ആസ് വെൽ എങ്ങനെയാണ് ആർട്ടിപ്പിൽ ഈ പറയുന്ന ആൻസർ പ്രസന്റേഷൻ വന്നേക്കുന്നത്. ഓൾസോ സർട്ടൻ ലിറ്റിൽ ചേഞ്ചസ് ക്യാൻ ബി ബോട്ട് ബൈ യു ഓൾസോ. നിങ്ങൾക്കും അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്നതിന് ഒരു പ്രശ്നവുമില്ല. എക്സാക്ട്ലി നമുക്ക് ബൈ ഹാർട്ട് ഒന്നും ചെയ്ത് എഴുതാൻ പറ്റില്ല. ദർ വിൽ ബി ലോട്ട് ഓഫ് ഡിഫറൻസസ്. പിന്നെ how can you make a difference in your paper? Whenever you write your law paper, I'm coming to strategic management as well. Whenever you write a law paper, always try to quote the section number. Section number എപ്പോഴും maximum quote ചെയ്യാൻ ശ്രമിക്കണം. സബ്സെക്ഷൻ ക്ലോസസ് ഒന്നും ഇന്റർമീഡിയറ്റ് ലെവലിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഞാൻ ക്ലാസ്സിൽ ഇരുന്നപ്പോ ചില സെക്ഷൻസ്, ചില സബ്സെക്ഷൻസ്, ചില ക്ലോസസ് സ്പെസിഫിക്കലി ഐ ഹാവ് ടോൾഡ് യു നിങ്ങൾ പഠിക്കണം, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത് എഴുതുക. ഇനി എക്സാമിന് എങ്ങാനും ഓർമ്മ വന്നില്ല ഇതാണെന്ന് തോന്നുന്നു പറഞ്ഞ് സെക്ഷൻ നമ്പർ കോട്ട് ചെയ്യരുത്. ഈവൻ ഇഫ് യുവർ എൻറ്റയർ പ്രൊവിഷൻ ഇസ് കറക്റ്റ്, സെക്ഷൻ നമ്പർ തെറ്റിയാൽ your entire answer goes wrong. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ പൊതുവെ പിള്ളേർ എന്താ ചെയ്യുന്നത്? മാം എനിക്ക് ഉറപ്പായിരുന്നു ഇതാണ് സെക്ഷൻ 56, അല്ലെ എനിക്ക് ഉറപ്പായിരുന്നു ഇതാണ് സെക്ഷൻ 101, പക്ഷെ എനിക്ക് പേടിയായിരുന്നു പ്രൊവിഷനും സെക്ഷനും ഞാൻ എഴുതിയില്ല. അങ്ങനെ ചെയ്യരുത്. ഇഫ് യു വെരി ഷുവർ ഗോ ഫോർ ദി സെക്ഷൻ. ഇഫ് യു ഹാവ് എ ടിഞ്ച് ഓഫ് ഡൗട്ട്, ഒരു കുറച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോണ്ട് റൈറ്റ് ദി സെക്ഷൻസ്. ഇതാണ് എനിക്ക് കോമൺ ആയിട്ട് പറയാനുള്ളത്. പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്തും ലോയ്ക്കകത്തും പിന്നെ ഇംപ്രസീവ് ആക്കാൻ പറ്റുന്ന രീതിയിൽ പ്ലീസ് അണ്ടർലൈൻ യുവർ ആൻസർ. അണ്ടർലൈൻ ദി ആൻസർ എന്ന് പറഞ്ഞാൽ മുഴുവൻ ആൻസറും പെൻസിലും സ്കെയിലും ഒക്കെ എടുത്ത് അണ്ടർലൈൻ ചെയ്യാനല്ല. യു ആർ റൈറ്റിംഗ് വിത്ത് എ ബ്ലാക്ക് പെൻ. ആ ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് തന്നെ എഴുതി പോകുമ്പോൾ സർട്ടൻ കീ വേർഡ്സ് ഷുഡ് ബി ഹൈലൈറ്റഡ്. ചില ടെക്നിക്കൽ കാര്യമുണ്ട്. അത് വെനെവർ യു കം ടു ദി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത്. നമ്മൾ ചില തിയറി ഞാൻ മെറ്റീരിയൽ തന്ന സമയത്ത് പറഞ്ഞായിരുന്നു, ദിസ് തിയറി അല്ലെങ്കിൽ ദിസ് ടെക്നിക്കൽ വേർഡ് ഹാസ് ടു ബി സ്പെസിഫിക്കലി യൂസ്ഡ്. ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണം, സിംപ്ലർ വേർഡ്സിലോട്ട് പോകരുത്. അന്ന് ചില ടെക്നിക്കൽ വേർഡ്സ് വന്നപ്പോൾ, അല്ലെ ചില കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നോ ഇറ്റ്സ് ഓക്കെ, ഗോ ഫോർ എ സിംപ്ലർ വേർഡ്. അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ യു ഫീൽ ദിസ് ആസ് എ the, and, is, was, for, ഇതൊന്നും ടെക്നിക്കൽ വേർഡ് അല്ല, പക്ഷെ ഒരു സ്ട്രാറ്റജിയെ റിലേറ്റ് ചെയ്യുന്നതോ സ്ട്രാറ്റജിക് മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്യുന്നതോ അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പഠിക്കുമ്പോഴോ you feel whenever you study this particular keyword is very important. ആ keyword ആ പെൻ കൊണ്ട് തന്നെ എഴുതി പോകുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് പോകണം. This creates a lot of impression. Similarly, when you come to the law part, answer ചെയ്യുമ്പോൾ പ്രൊവിഷൻ ആദ്യം എഴുതുക, ലീവ് എ ലൈൻ ആൻഡ് ദെൻ റൈറ്റ് ദ കേസ്. ഈ പ്രൊവിഷനും കേസും എഴുതുന്ന സമയത്ത് കേസിന്റെ അവിടെ ബേസിക്കലി അണ്ടർലൈൻ ചെയ്യാനായിട്ടൊന്നുമില്ല. പ്രൊവിഷനകത്ത് നമ്മൾ കീ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ അണ്ടർലൈൻ ചെയ്യുക. ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം, അപ്പൊ ഹോൾ ദ ജനറൽ മീറ്റിംഗ്, മുഴുവൻ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമില്ല, ജനറൽ മീറ്റിംഗ് എന്നുള്ള സാധനം അണ്ടർലൈൻ ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ഫോം നമ്പർ വന്നു, SH4 ഫയൽ ചെയ്യണം എന്ന് വന്നെങ്കിൽ SH4 മാത്രം അണ്ടർലൈൻ ചെയ്യുക. സോ ദി എൻറ്റയർ ലൈൻ അണ്ടർലൈൻ ചെയ്യാനല്ല പറയുന്നത്, certain ആയിട്ടുള്ള പെർട്ടിക്കുലർ വേർഡ്സ് ഹാസ് ടു ബി അണ്ടർലൈൻ. സിമിലർലി ഫോർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ don't go for any chart preparations, especially when it is strategic management. Chart preparations ഒന്നും പോവരുത്. Everything has to be written either in point wise or in a paragraph wise. Law ആണെങ്കിൽ everything has to be written in a paragraph wise. Paragraph എങ്ങനെയാണെന്ന് നമ്മൾ ക്ലാസ്സിൽ സോൾവ് ചെയ്തപ്പോൾ മെജോറിറ്റി ഓഫ് ഇറ്റ് വാസ് സോൾവ്. അല്ല ക്ലാസ്സിന് കയറാത്ത കുട്ടികളുണ്ടെങ്കിൽ ആഫ്റ്റർ ദിസ് യു കെൻ ആസ്ക് മീ എങ്ങനെയാണ് ആൻസർ പ്രസന്റ് ചെയ്യുന്നതെന്ന്. After this webinar, you can ask me. Also, I'll be showing the RTP presentation. That is how you have to present the law paper. But when it comes to the strategic management, oru nirbandham illa. You can either go for the point wise or you can go for the paragraph wise. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുക അതുപോലെ എഴുതുക. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഏരിയയിൽ ലോയുടെ അങ്ങനെയല്ല, എല്ലാ കാര്യവും പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ക്വസ്റ്റിനകത്ത് ചോദിക്കുന്നുണ്ട്, സെക്ഷൻ 8 കമ്പനി എങ്ങനെയാണ് ഫോം ചെയ്യേണ്ട പ്രൊസീജിയർ, OPCയുടെ പ്രൊവിഷൻസ് എന്താണ്, യു കെൻ റൈറ്റ് ഇറ്റ് ഇൻ എ സിംഗിൾ വേ. അല്ലെങ്കിൽ
കൺവേർഷൻ ഓഫ് എനി OPC ഇൻറ്റു പെർട്ടിക്കുലർ, ഇത് നമുക്ക് പോയിന്റ് ആയിട്ട് എഴുതാം. ദാറ്റ് അല്ലെ ഡിവിഡൻസിന്റെ സെക്ഷൻ 123യുടെ പ്രൊവിഷൻസ് നമുക്ക് എഴുതണം, നമുക്കത് പോയിന്റ് ആയിട്ട് എഴുതാം. ഇറ്റ് ഇസ് ഓക്കെ. അല്ലാത്ത കേസിൽ എല്ലാം പൊതുവെ പാരഗ്രാഫ് ആയിട്ടാണ് നമ്മൾ ലോ എഴുതുന്നത്. സോ ദിസ് ഇസ് അനദർ തിങ് ദാറ്റ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് വെൻ യു റൈറ്റ് ദി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആൻഡ് ദ ലോ പേപ്പർ. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. സോ ഫസ്റ്റ് ഫേസിൽ പോണോ സെക്കൻഡ് ഫേസിൽ പോണോ എന്ന് ചോദിക്കുമ്പോൾ that is to your decision, but my personal suggestions, if you have covered your 4 papers, അതിനകത്ത് ഒരു പേപ്പർ മാത്രമാണ് നിങ്ങളെ സ്ട്രഗിൾ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ before that one paper please do not skip your attempt. You can seriously pass. ഞാൻ പറയാറുണ്ട്, മാക്സിമം എന്താ പറ്റുന്നത്, നിങ്ങൾ ഫെയിൽ ആവും, അത്രയല്ലേ ഉള്ളൂ. ആ ഫെയിൽ ആകുന്നത്, നമ്മുടെ ഫ്രണ്ട് പാസ്സായി ഞാൻ തോറ്റുപോയി എന്ന് പറയുന്നത് ഞാൻ മണ്ടനോ മണ്ടിയായിട്ടോ അല്ല ഞാൻ തോറ്റുപോയത്, നമ്മുടെ പ്രിപ്പറേഷൻ എവിടെയോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം പറയാം, നമ്മളൊരു RTP ഡൗൺലോഡ് ചെയ്തിട്ടോ ഒരു മോക്ക് ടെസ്റ്റ് പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ടോ ഒരു സജസ്റ്റഡ് ആൻസർ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്തിട്ടോ 3 മണിക്കൂർ ഇരുന്ന് ചെയ്യുന്ന ഒരു എഫക്റ്റും എക്സാം ഹാളിൽ പോയി ആ പ്യോർ സൈലൻസിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആ പേപ്പർ കൊടുക്കാൻ പോകുന്ന പേടിയും രണ്ടും രണ്ടാണ്. ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. അപ്പൊ നമ്മൾ കൂടുതൽ നവംബർ 22nd പരീക്ഷ, 21st നമ്മൾ ഡിസൈഡ് ചെയ്യാണ്, ഇല്ല ഞാൻ പരീക്ഷ എഴുതുന്നില്ല. ദ സെയിം ഡെസിഷൻ വിൽ കം ടു യു വെൻ ഇറ്റ് കംസ് ടു ജാനുവരി ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ കോവിഡ് റിലേറ്റഡ് thing. കോവിഡ് അല്ല നിങ്ങളുടെ ഇഷ്യൂ, പഠിക്കാത്തതാണ് നിങ്ങളുടെ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ it's very normal that you will carry forward the very same thing to your January attempt. So അത് കൂടുതൽ ചിന്തിക്കരുത്. ഇപ്പൊ എനിക്ക് ക്ലാസ് ഒന്നും കിട്ടിയിട്ടില്ല, എനിക്ക് ലീവ് കിട്ടിയിട്ടില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, മൈ പ്രിപ്പറേഷൻ ലെവൽ 0 or it's only 10%, എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ, പരീക്ഷ എങ്ങനെ ഉണ്ടെന്ന് അറിയാം, അങ്ങനെയുള്ളവർക്ക് it's your option to opt out to May or what you wish. So these are the few things that you have to keep in mind. ഇനിയും keep revising. പിന്നെ ലോയുടെയും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഞാനൊരു കാര്യം പറയാം, entire book has to be revised the day before. അതെങ്ങനെ നടക്കും? entire portion എങ്ങനെ റിവൈസ് ചെയ്യും എന്നാണ് പറയുന്നത്. തീരില്ല, ഞാൻ 1-2 ചാപ്റ്റർ റിവിഷൻ നടത്തുള്ളൂ. നോ, whenever you took a class, ഇപ്പൊ എഴുതുന്ന കുട്ടികളാണെങ്കിലും ജാനുവരി എഴുതുന്ന കുട്ടികളാണെങ്കിലും മെയിൽ എഴുതുന്ന കുട്ടികളാണെങ്കിലും എനിക്ക് കോമൺ ആയിട്ട് പറയാനുള്ള, whenever you study a particular chapter, please write the section number and only the keyword മാത്രം എഴുതി വെക്കുക. ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ടു ബെനിഫിറ്റ് യു? ആ കീവേഡ് മാത്രം മതി നിങ്ങൾക്ക് എക്സാമിന് റിക്കളക്ട് ചെയ്യാൻ. നമ്മൾ പരീക്ഷയുടെ തലേന്ന് ഒരു സാധനം വായിക്കുന്നതും പരീക്ഷയ്ക്ക് ഒരാഴ്ച മുന്നേ വായിക്കുന്നതും ഹാസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. സോ പരീക്ഷയുടെ തലേന്ന് മാക്സിമം ഏരിയാസ് നമ്മൾ കവർ ചെയ്യണം. ഇനി കോമൺ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് ഏരിയ. സി ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് an important area whenever it comes. അത് ഏത് എക്സാം ആണെങ്കിലും പ്രൊഫഷണൽ ഇല്ലാത്ത, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ബട്ട് ദെൻ ഐ ടെൽ യു ഇൻ കോമൺ, യൂഷ്വലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള ചാപ്റ്റേഴ്സ് ആണ് when it comes to the new syllabus of law. Management and administration is a very important chapter. New syllabus ന് അതിനെ management and administration എന്ന് പറയും. ഓൾഡ് സിലബസിന് അതിനെ മീറ്റിംഗ്സ് എന്ന് പറയും. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. കമ്പനി ലോയ്ക്കകത്ത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. ന്യൂ സിലബസിനകത്ത് അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി, ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്, ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. ഈ 3 ചാപ്റ്റർ ഒരു രീതിയിലും പരീക്ഷയുടെ തലേന്ന് റിവൈസ് ചെയ്യാതിരിക്കരുത്. യു ഹാവ് ടു റിവൈസ് ഇറ്റ്. എങ്ങനെ റിവൈസ് ചെയ്യണം? അക്കൗണ്ട്സിന്റെ പരീക്ഷ കഴിഞ്ഞ് വരുന്ന അതേ ദിവസം തന്നെ റിവൈസ് ദീസ് 3 ചാപ്റ്റേഴ്സ്. ആ ഒരു ദിവസം കിട്ടാൻ നേരത്തെ ബാക്കി ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. ആ ഒരു 1.5 days ആണ് എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. When it comes to law, I will talk about old syllabus, I will talk about the new syllabus. Similarly for the strategic management, I'll talk about the old syllabus and also talk about the new syllabus. ആദ്യമേ old syllabus സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ethics in communication എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് 40 മാർക്സിന്. Majority of the students face an issue with the ethics part. See, if you find ethics to be very difficult, what is the maximum mark? 20 മാർക്ക് അതിനകത്തുനിന്നുള്ളൂ. കമ്മ്യൂണിക്കേഷൻ 20 സ്ട്രോങ് ആയിട്ട് പിടിക്കുക, ബാക്കി 30 അടിപൊളിയായിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആ ഏരിയ യോർ അലൈഡ് ലോ നന്നായിട്ട് പഠിക്കുക, ബാക്കി 30 മാർക്സ് കമ്പനി ലോ പഠിക്കുക. എന്തിനാണ് ഈ പറ്റാത്ത സാധനം പഠിക്കുന്നത്? 20 മാർക്സ് അല്ലേ ഉള്ളൂ. 80 മാർക്സിൽ നിന്ന് എഴുതിയാലും നിങ്ങൾക്ക് 15 കിട്ടും, 16 കിട്ടും. എനിക്ക് എത്തിക്സ് വലിയ കുഴപ്പമില്ലെങ്കിൽ പറ്റുന്ന ഒരു ചാൻസ് എടുക്കുക. ടേക്ക് എ ചാൻസ്. നമുക്ക് പറ്റുന്ന 2 ചാപ്റ്റർ പഠിക്കുക. കോർപ്പറേറ്റ് ഗവർണൻസ് എന്നുള്ളൊരു ഏരിയ പഠിക്കുക, അല്ലെ CSR എന്നുള്ളൊരു ഏരിയ ഒരു ചാപ്റ്റർ ഉണ്ട്.
റിലേറ്റഡ് അല്ലെ ഫിനാൻസ് ആൻഡ് പ്രൊഫഷണൽസ് പറയുന്ന അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ആ 2 ചാപ്റ്റർ ചാൻസ് എടുക്കുക. അതിൽ നിന്ന് എങ്ങാനും വന്ന അറ്റംപ്റ്റ് ചെയ്യുക, വന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും എത്തിക്സ് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. അപ്പൊ എത്തിക്സ് നമ്മൾ ഫുൾ വിടാൻ എന്തായാലും മനസ്സോട് വിചാരിച്ചു. ലോട്ടറി അടിച്ച പോലെ ആ 2 ചാപ്റ്ററിൽ നിന്ന് പഠിച്ചപ്പോൾ എനിക്ക് ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റൻ അതിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നു. ബാക്കി 80 മാർക്സ് നമ്മൾ സ്ട്രോങ് ആണ്. അങ്ങനെ വേണം ഓൾഡ് സിലബസ് എപ്പോഴും പഠിക്കാനായിട്ട്. This is one of the common question every single student asks. So ethics, if you're finding it, kind of technical words, usage, pure theory, it's very difficult. Don't study ethics, study the remaining topic. But company law, allied law, and communication part, you should be very, very, very strong. Our area strong ആക്കുക. പറ്റുന്ന എത്തിക്സിന് 2 ചാപ്റ്റർ, പറ്റുവാണ് 2 ചാപ്റ്റർ പഠിക്കുക, കിട്ടി പോയാൽ പോയി. അങ്ങനെയുള്ള രീതിയിൽ വേണം ഓൾഡ് സിലബസ് ലോ ഫോക്കസ് ചെയ്യാൻ. When it comes to the new syllabus of the law, please focus more on company law part. Allied law പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇന്റർപ്രിട്ടേഷൻ ജനറൽ ക്ലോസ് എന്ന് പറയുന്ന ഒരു ഏരിയ, actually speaking, it's not very difficult, but the problem is അതിനകത്തെ usage is so technical, എല്ലാ കുട്ടികൾക്കും അത് ഡൈജസ്റ്റ് ആവില്ല. You will find it very difficult to remember the words. അപ്പൊ ഞാൻ ഒരിക്കലും ചാപ്റ്റർ വിടണ്ടെന്ന് പറയുന്നതിന്റെ കാര്യം, ക്വസ്റ്റ്യൻസ് ആർ സോ ഡയറക്റ്റ്. നമ്മളിത് ക്ലാസ് കേട്ടിട്ടുള്ള കുട്ടിയാണെങ്കിൽ നമ്മളിത് ക്ലാസ് കേട്ടിട്ടുണ്ടല്ലോ, എനിക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു റിഗ്രറ്റ് വരും. അപ്പൊ ഇന്റർപ്രിട്ടേഷനും ജനറൽ ക്ലോസും പരീക്ഷയുടെ അന്ന് രാവിലെ വായിക്കാവുള്ളൂ. പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ സംവെയർ. ഇഫ് യു ആർ എ ന്യൂ സിലബസ് സ്റ്റുഡന്റ് ഫോർ ലോ പാർട്ട്, ജനറൽ ക്ലോസും ഇന്റർപ്രിട്ടേഷനും എക്സാമിന്റെ അന്ന് രാവിലെ, അതായത് നമ്മൾ 2 മണിയുടെ പരീക്ഷയാണെങ്കിൽ വിൽ വേക്ക് അപ്പ് അറൌണ്ട് ഒരു 6:30. ചില കുട്ടികൾ ഉറങ്ങില്ല, അത് ചെയ്യരുത്. 8 മണിക്കൂർ ഉറങ്ങണം. ഒരു 7 മണിക്ക് കൂട്ടിക്കോ. 7 മണി തൊട്ട് നമ്മുടെ കയ്യിൽ 12 മണി വരെ സമയമുണ്ട്. 5 മണിക്കൂർ എടുത്ത് വിസ്താരമായിട്ട് ചാപ്റ്റേഴ്സ് 2 റിവൈസ് ചെയ്ത് വിട്ടു. വേണം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റും ഇതിനകത്തോട്ട് വിട്ടു. ഓർ യു ക്യാൻ സ്പ്ലിറ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. പകുതി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആ ഒരു ദിവസത്തിന് അവധിക്ക് പഠിക്കുക. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ ബാക്കി പകുതി ഇന്റർപ്രിട്ടേഷനും ജനറൽ ക്ലോസും ദ നെക്സ്റ്റ് ഡേ, ദാറ്റ് ഇസ് ദ ഡേ ഓഫ് എക്സാമിന്റെ രാവിലെ വായിക്കാവുള്ളൂ. വൈ? എക്സാമിന് രാവിലെ വായിക്കുന്നതുകൊണ്ട് വെരി ലെസ് ചാൻസ് ദാറ്റ് യു വിൽ ഫൊർഗെറ്റ്. നിങ്ങൾ മറക്കാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, കമ്പനി ലോ രണ്ടും അക്കൗണ്ട്സിന്റെ പരീക്ഷ കഴിഞ്ഞ് വരുന്ന അന്ന് തൊട്ട് പരീക്ഷയുടെ, അതായത് അവധി 1 full ഡേയുടെ കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെ വേണേലും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് പഠിക്കാം. ഒരേ ഓർഡറിൽ പോകാം. ഇൻകോർപ്പറേഷൻ, പ്രോസ്പെക്ടസ് എന്നുള്ള സെയിം ഓർഡറിൽ പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറകോട്ട് പഠിക്കാം. വലിയ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആദ്യം തുടങ്ങാം. ചാർജസ്, ഡെപ്പോസിറ്റ്, ഇതൊക്കെ ഷുവർ ഷോർട്ട് A type മാർക്സ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അമെൻമെന്റ് ഉള്ള ഏരിയ ആയിരുന്നു. സോ യു ക്യാൻ ഫോക്കസ് ഓൺ ദാറ്റ്. അതാണ് നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, അമെൻമെന്റ് വന്നിട്ടുണ്ട് ലോയ്ക്കകത്ത്. അമെൻമെന്റ് വന്ന്, ഞാൻ സ്പെസിഫിക്കലി നമ്മൾ പറയുന്നുണ്ട് ക്ലാസ്സിനകത്ത്, അമെൻമെന്റ് വന്ന ഏരിയയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരും. അത് മെയ് 2020 അമെൻമെന്റ് ആണെങ്കിലും നവംബർ 2020 അമെൻമെന്റ് ആണെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ സ്പെസിഫിക്കലി പറയും. ഇനി ക്ലാസ് കേൾക്കാത്ത ഒരു കുട്ടിയാണെങ്കിൽ അമെൻമെന്റ് ഇസ് ദെയർ ഇൻ ദി RTP. അപ്പൊ അമെൻമെന്റ് വന്ന ചാപ്റ്റർ ഏതാന്ന് നോക്കുക. ആ പറയുന്ന പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും. ഐദർ ആസ് MCQ ഓർ ഇറ്റ് വിൽ കം ആസ് എ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ. സോ അത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ നോക്കാനായിട്ട്. വെൻ ഇറ്റ് comes to the law part. Strategic management പാർട്ടിനകത്ത് എപ്പോഴും ഓർത്തോണം, ഒരു 2 കേസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ കാണും. കേസ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? കഥ തരും, എന്നിട്ട് നമ്മൾ ആ തിയറിയും കഥയും കൂടെ റിലേറ്റ് ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ ഈ കേസ് റിലേറ്റഡ് എന്ന് പറയുന്ന ഒരു കാര്യം. സോ ദീസ് ആർ ദ കോമൺ തിങ്സ് ഫോർ യുവർ സ്കോറിംഗ് ഏരിയ. ഇപ്പൊ 30 മാർക്സ് ലോയ്ക്കകത്ത് നല്ല പോലെ ഫോക്കസ് ചെയ്ത് നോക്കണം. 30 മാർക്സ് അതിന്റെ പ്രസന്റേഷൻ ആണ് ഞാനിപ്പോ എങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻ 20 minutes സോൾവ് ചെയ്യാം. സിമിലർലി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണെങ്കിലും ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇൻ 20 minutes. യു വിൽ നോട്ട് ടേക്ക് 20 minutes ആക്ച്വലി ഫോർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇത് രണ്ടും ഞാൻ നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് RTP നവംബർ 2020 അറ്റംപ്റ്റ് വെച്ചിട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഷോ യു. അപ്പൊ ഞാൻ ആദ്യം ലോയുടെ കാണിക്കാം. സോ സ്റ്റുഡൻസ് ഹു ആർ ആക്ച്വലി ഇൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ജസ്റ്റ് വെയിറ്റ് ഫോർ 5 or 10 minutes. Immediately I'll be starting with the strategic management part. So this is the RTP November 2020 attempt. ഒത്തിരി പേര് ചോദിച്ചു, ഈ പറയുന്ന MCQ വ്യത്യാസമല്ലേ, ഞങ്ങൾക്ക് തന്നേക്കുന്ന MCQ അല്ലല്ലോ. അല്ല, അങ്ങനെ വ്യത്യാസം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ഹൗ വെൽ, അല്ലെ വാട്ട് ഇസ് ദ ടെക്നിക് ദാറ്റ് യു കെൻ സീ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റും യൂസ് ചെയ്യാം കേട്ടോ. ഹൂഎവർ ഇസ് ആക്ച്വലി അറ്റൻഡിങ് ഫോർ ദ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, പ്ലീസ് യു ക്യാൻ ലിസൺ ടു ദിസ് സോ ദാറ്റ് കീ വേർഡ്സ് യു ക്യാൻ ഗെറ്റ്. ആ കീ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ അല്ലെങ്കിൽ പ്രൊവിഷൻ അല്ലെങ്കിൽ ആ തിയറി റിലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഐ എം ജസ്റ്റ് സോൾവിങ് വൺ ഓഫ് ദി MCQs. Mr. B.R. Mohanty, around 2 decades back, along with 2 of his elder brothers and few friends who are pharma and chemical engineers by profession.
കുറച്ച് ബ്രദേഴ്സും അയാളുടെ 2 ബ്രദേഴ്സും കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവർ ഫാർമ കെമിക്കൽ എഞ്ചിനീയേഴ്സ് ആണ് ബൈ പ്രൊഫഷൻ. പ്രൊമോട്ടഡ് 2 കമ്പനീസ്, 2 കമ്പനീസ് പ്രൊമോട്ട് ചെയ്തു. ആദ്യത്തെ കമ്പനി വെൽ മൗണ്ട് ലിമിറ്റഡ് എന്നാണ് പറയുന്നത്. അത് എന്ത് ടൈപ്പ് ഓഫ് കമ്പനിയാണ്? Public Limited, dealing in wellness products and pharmaceuticals, whereas the other is Texmount Limited എന്ന് പറഞ്ഞാൽ വേറൊരു കമ്പനി ഡീൽ ചെയ്തു. അത് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സ് ആണ്. During these 2 decades, both WML and TML has grown magnificently. അവർ വളരെ നന്നായിട്ട് ഗ്രോ ചെയ്തു. As both the sectors expanded beyond the imagination. വിചാരിച്ചാലുപരി അവർ എക്സ്പാൻഡഡ് ആയിപ്പോയി. Both companies went public and stock of the same listed on the leading stock exchange. 2 കമ്പനിയും പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് അവരുടെ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ listed ആയി. So they became a listed company. TML did well. ഇനി ഇവിടം തൊട്ടാണ് ഇതിനകത്തു നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ചാപ്റ്റർ ആണ് ഈ പറയുന്ന MCQ-നകത്ത് ഇൻക്ലൂഡഡ് ആയെന്ന്. TML did well in the past and emerged as a major export unit, but in recent years, the textile sector witnessed stiff competition due to new entrants. ഒരു കമ്പനി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി, ഒരു കമ്പനി കുറച്ച് സ്റ്റിഫ് ആയി പോയി. The increased cost of the workforce and other input materials also made sector unprofitable, and recent lockdown hit the sector further adversely. അതാ കാരണം പറയുന്നതാണ്, ആ കഥയാണ്, നമ്മൾ ആ കഥ അറിയേണ്ട ആവശ്യമില്ല. TML's bottom line for the current financial year is red. അറിയേണ്ട ആവശ്യമില്ല. TML was declaring തുടങ്ങി. ഇതിപ്പോ ന്യൂ സിലബസും കൂടെ മിക്സ് ചെയ്തിട്ടാണ്, സോ ഓൾഡ് സിലബസ് പേടിക്കേണ്ട ആവശ്യമില്ല. TML was declaring dividend since the very first year of operation and willing to continue the tradition, considering the dividend as signaling effect to an investor for valuation purpose. ഇതൊക്കെ നിങ്ങളെ പേടിപ്പിക്കാൻ തന്നേക്കുന്നതാണ്. എന്തുമാത്രം നോക്കിയാൽ മതി, ഡിവിഡൻഡ് ഇവർ ഡിക്ലെയർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് ഇയർ. റേറ്റ് ഓഫ് ദ ഡിവിഡൻഡ് ഫോർ ദ പാസ്റ്റ് 5 years തന്നിട്ടുണ്ട്. 9, 10, 8, 5, 2. ചാടി കയറി എടുക്കരുത്. ഈ 9 ഏത് ഇയറിനെ റിലേറ്റ് ചെയ്യുന്നതാണ്, 10 ഏത് ഇയറിനെ റിലേറ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ ബാക്കി ലൈനിൽ പറയുന്നുണ്ട്. സോ റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. ബ്രാക്കറ്റിൽ കൊടുത്തേക്കുവാണ് 9% ബീങ് 5 years ago, 5 വർഷം മുന്നത്തെ, ആൻഡ് 2% ബീങ് ദ പ്രീവിയസ് ഇയർ. നമ്മൾ ഡിവിഡൻഡ് ചാപ്റ്റർ ന്യൂ സിലബസുകാർ പഠിച്ചപ്പോ പറഞ്ഞു, ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞ 3 വർഷത്തിന്റെ ആവറേജ് ആണ് എടുക്കേണ്ടത്. ഇവിടെ 5 റേറ്റ് തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ 2% എന്ന് പറഞ്ഞാൽ തൊട്ടു പൊന്നത്തെ 3 വർഷം 2, 5, 8 ആണ് എടുക്കേണ്ടത്. ഈ 9, 10 തെറ്റിക്കരുത്. യു നീഡ് നോട്ട് ടേക്ക് ദാറ്റ്. ആവറേജ് ഓഫ് ദ പ്രിസീഡിംഗ് 3 years ആണ് എടുക്കേണ്ടത്. The management at TML decided to declare dividend out of the previous year. TML deals in export, hence became under the scanner of enforcement authority. നോക്കേണ്ട കാര്യമില്ല. Who seek financial statements and books of accounts. അവര് ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ വന്നു. അഗൈൻ ന്യൂ സിലബസിന്റെ ആണ്. അവര് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും ചോദിച്ചു. എത്ര നാളത്തേക്ക് ചോദിച്ചു? For scrutiny for the last 10 preceding financial years. 10 വർഷത്തെ ചോദിച്ചു. In response to the notice, TML furnished financial statements and books of account for the last 8 immediately preceding financial years only. 8 വർഷം പ്രിസർവ് ചെയ്താൽ മതിയല്ലോ. സെൻട്രൽ ഗവൺമെന്റ് ഹയർ പീരീഡ് പറയുവാണെങ്കിൽ മാത്രം നമ്മൾ ഹയർ പീരീഡ് പ്രിസർവ് ചെയ്താൽ മതി. അപ്പൊ അത് തെറ്റൊന്നുമല്ല, കുഴപ്പമില്ല. Stating aspirants articles of association. AOA-ക്കകത്ത് 8 years ആണ്. 8 yearsന്റെ അവർ പ്രൊഡ്യൂസ് ചെയ്തു. TML is required to maintain and keep the books of accounts for 8 immediately preceding financial year. Only that, and 2 without any record of vouchers. അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തു, വൗച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്തില്ല. അപ്പൊ തന്നെ പ്രൊവിഷൻ ഓർത്തോണം. അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെക്കണം, എല്ലാ റിലേറ്റഡ് ഡോക്യുമെന്റ്സും വെക്കണം, എല്ലാ വൗച്ചേഴ്സും വെക്കണം എന്നാണ് ആക്ട് പറയുന്നത്. ഇവര് പറയുക ഇവര് വെച്ചിട്ടില്ല എന്ന്. അപ്പൊ തന്നെ ഓർത്തോണം. MCQ ഇതിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കാണും. WML is doing well. It seizes outbreak of COVID-19 as a business opportunity and registers significant growth in both bottom and top line. For the past many years, WL Limited declared a dividend at a constant rate of 20%. During the financial year 2019-20, WML earns a profit of 580 crores. Board of Directors of WML Limited declares 25% dividend without transferring any percentage to reserve. അപ്പോൾ ഓർത്തോണം, ഇവർക്ക് ഇത്ര പെർസെൻറ്റേജ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പ്രൊവിഷൻ ഓർത്തോണം.
പിന്നെ റിസർവിലോട്ടൊന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അക്കോർഡിംഗ് ടു ദ പ്രൊവൈസോ ടു സെക്ഷൻ 123 സബ്സെക്ഷൻ 1 റൂൾ 3 എന്താണ് പറയുന്നത്? റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല, നോട്ട് മാൻഡേറ്ററി. അതുകൊണ്ട് ഇവർ ട്രാൻസ്ഫർ ചെയ്തില്ല, ഒരു പ്രശ്നവുമില്ല. ഓൺ 14th July 2020 സം ഓഫ് ദി amount remaining unpaid, അപ്പൊ തന്നെ ഓർത്തോണം, അൺപെയ്ഡ് ഡിവിഡന്റ് അക്കൗണ്ടിലോട്ട് മാറ്റേണ്ടത് വിതിൻ എ പീരീഡ് ഓഫ് 7 days ആണ്. എന്നിട്ടേ ക്വസ്റ്റ്യൻ ബാക്കി വായിക്കാവുള്ളൂ. ഡ്യൂ ടു ഓപ്പറേഷൻ ഓഫ് ലോ ഹാസ് ബീൻ ട്രാൻസ്ഫർ ടു അൺപെയ്ഡ് ഡിവിഡന്റ് അക്കൗണ്ട് ഓൺ 20th July. 14th ജൂലൈയിലാണ് 7 ദിവസം വിതിൻ എ പീരീഡ് ഓഫ് 7 days എന്നാണ് പറയുന്നത്. 20th ജൂലൈയിലാണ്. അപ്പൊ പ്രൊവിഷൻ മാൻഡേറ്റ് ചെയ്തിട്ടുണ്ടോ, കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. CA ദേവ്, അപ്പം അക്കൗണ്ട്സ് ഓഫ് എ കമ്പനിന്ന് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വന്നു, ഡിവിഡന്റിന്ന് ഇവിടെ ക്വസ്റ്റ്യൻ വന്നു. CA ദേവ് വാസ് അപ്പോയിന്റഡ് ആസ് എൻ ഓഡിറ്റർ. ഓഡിറ്റേഴ്സ് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. Under section 139 of the Companies Act 2013 of WL Limited in individual capacity. Individual auditor ആണ് അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. ഇൻഡിവിജ്വൽ ഓഡിറ്റർ അപ്പോയിന്റഡ് ആകുമ്പോൾ റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ആപ്ലിക്കബിൾ ആവുന്ന കമ്പനി ആണെന്നുണ്ടെങ്കിൽ 5 years കഴിഞ്ഞിട്ടേ പിന്നെ റീ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യനിലോട്ട് പോകുക. In case of TML, which of the following statements are correct regarding the declaration of dividend? ഈ പറഞ്ഞതിനകത്ത് കറക്റ്റ്. അപ്പൊ ഈ നമുക്ക് പ്രൊവിഷൻ ഒന്നും റിക്കളക്ട് ചെയ്താൽ എടുക്കാൻ പറ്റുന്നില്ല. 4 ഓപ്ഷൻസും വായിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. TML can't declare the dividend because it earns a loss in the current financial year. Loss ആയതുകൊണ്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. So that statement is incorrect. TML can declare the dividend but only up to 9%. അത് നമ്മൾ നോക്കണം എന്താണ് ആ 9ഉം 10ഉം എടുക്കണ്ട, ഇവിടെ കൊടുത്തേക്കുന്ന ഇതിന്റെ ആവറേജ് എടുത്ത് നോക്കണം. എന്നിട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുമോ നോക്കിയിട്ട് വേണം ഈ പെർസെൻറ്റേജ് നമ്മൾ എടുക്കാൻ. ബാക്കിയെല്ലാം തെറ്റിക്കാൻ വേണ്ടി നമ്മളെ തന്നേക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും ഡയറക്റ്റ് ആയിട്ട് തെറ്റാണ്. That statement is incorrect. But when it comes to this, you have to take the average of 3 years and then decide which is the option which will be applicable. ഈ കേസിൽ 5% ആണ് ആപ്ലിക്കബിൾ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. CA ദേവ്, who is the auditor of WL Limited, have to vacate the office. Vacate ചെയ്ത് പോണം and can be reappointed only. ഞാൻ പറഞ്ഞു CA ദേവ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഓഡിറ്റർ ആണ്. ഇൻഡിവിജ്വൽ ഓഡിറ്റർ പോയി കഴിഞ്ഞാൽ 5 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞേ പറ്റുള്ളൂ. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേ? 17th AGM അപ്പോയിന്റ് ചെയ്യുന്നത് എങ്കിൽ 18, 19, 20, 21, 22 കഴിഞ്ഞ് 5 വർഷം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ടോ? 22nd AGM and 27th AGM. ഇങ്ങനെ വേണം പ്രൊവിഷൻ റിലേറ്റ് ചെയ്യാൻ. In case of WL Limited, which of the following statement is correct regarding the declaration of dividend? WL Limited can't declare. നമ്മൾ മോളി പറഞ്ഞ പോലെ സെയിം പോർഷൻ ആണ് വരിക. ഇതിനകത്ത് എനിക്ക് പിന്നെ ഇതിപ്പം കൂടുതൽ വന്നേക്കുന്ന ന്യൂ സിലബസിന്, അപ്പൊ ഓൾഡ് സിലബസിന് ഒരു ഡൗട്ട് വരും. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇസ് പ്യൂർലി റിലേറ്റഡ് ടു OPC റിലേറ്റ് ചെയ്തേക്കുന്ന കേസ് സ്റ്റഡിയാ വന്നേക്കുന്നത്. നിങ്ങൾ ഇത് ഓരോന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നോമിനിക്ക് അവിടെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ, OPC ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ, OPCക്കകത്ത് ഒരാൾക്ക് മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് അയാൾ ആപ്ലിക്കബിൾ ആവേണ്ടത്. അയാൾ ഒരു OPCയുടെ മെമ്പർ ആണെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ നോമിനി ആകാൻ പറ്റുമോ, വേറെ ഏതെങ്കിലും എത്ര കമ്പനിയുടെ നോമിനി ആകാൻ പറ്റും. നോമിനി ആയിട്ട് ആദ്യം മിസ്റ്റർ എനെ അപ്പോയിന്റ് ചെയ്തു, മിസ്റ്റർ എക്ക് താല്പര്യം ഇല്ലെങ്കിൽ മിസ്റ്റർ ബിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ, മിസ്റ്റർ എ ആരോടാ പറയണ്ടേ എന്ന് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ 2 രീതിയിൽ വന്നിട്ടുണ്ട്. ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. പ്രത്യേകിച്ച് ഓർത്തോണം, 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, 3 ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ വന്നു. ഇതിപ്പോ ന്യൂ സിലബസിനാണ്. ഓൾഡ് സിലബസിനാണ് ചിലപ്പോ പ്രോസ്പെക്ടസ്, മീറ്റിംഗ്സ്, ഇൻകോർപ്പറേഷൻ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ, 3 ചാപ്റ്ററും കൂടെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. എന്നിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരാത്ത ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് മാത്രം ക്വസ്റ്റ്യൻ വരാം. അപ്പൊ എന്ത് മാത്രമേ ആക്ച്വലി മാറിയിട്ടുള്ളൂ, അവരൊരു കഥയാക്കി സാധനം തരുന്നു. ക്വസ്റ്റ്യൻ ഈ കഥയെന്ന് കണ്ടുപിടിക്കേണ്ട ഒന്നുമല്ല, ആ കഥയെന്ന് ഡേറ്റ് മാത്രം എടുക്കുക. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കയറിയവർക്ക് നമ്മൾ MCQ ബാക്കി കൊടുത്തിട്ടുണ്ട്. ആ MCQ അറിയാമെങ്കിൽ, ആ നമ്പർ ഓഫ് ഡേയ്സ് അറിയാമെങ്കിൽ you will be able to do these questions. അല്ലാണ്ട് ഇതിനകത്ത് ഒരു ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളും തന്നിട്ടില്ല. സോ whenever you get a question, ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തോണം. This is what you have to do. ക്വസ്റ്റ്യൻ ഇങ്ങനെ എന്താണോ അതിനകത്ത് ക്ലിയർ. ഇപ്പൊ ഇത് കണ്ടോ,
It's outbreak of COVID-19 as a business opportunity, register significant growth in both top. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ? ഇതൊന്നും ക്വസ്റ്റിനെ ബേസ് ചെയ്ത് വരാൻ പോകുന്നില്ല. You are not going to get a question there. You're going to get a question related to the chapter which is given there. Underline ചെയ്ത് വിടുക. Definitely അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. 20 minutes on dot നോക്കി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിനെ ബേസ് ചെയ്ത് ആവറേജ് 3 ഉടനെ കാൽക്കുലേറ്ററിൽ 3% 3 ഇയറിന് ആവറേജ് എടുക്കുക, മാർക്ക് ചെയ്യുക. അടുത്തത് 8 വർഷം പ്രിസർവ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം പ്രിസർവ് ചെയ്യണം എന്നാ. ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, വൗച്ചേഴ്സ്, ഓൾ റിലേറ്റഡ് ഡോക്യുമെന്റ്. ഇവിടെ വൗച്ചേഴ്സ് വെച്ചിട്ടില്ല, തെറ്റ്. പെട്ടെന്ന് MCQ സോൾവ് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ 2 different patterns you can expect for your MCQ part. ഈ MCQ ഇത്രയും questions attempt ചെയ്യുമ്പോൾ you are getting 30 marks. It's very simple to score. മാം അതർ ലോ വന്നിട്ടില്ലേ? അതർ ലോ വന്നിട്ടുണ്ട്. അതർ ലോ ഇറ്റ്സ് വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മൾ ക്ലാസ് സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് അതർ ലോയ്ക്കകത്ത് വന്നേക്കുന്നത്. യു ക്യാൻ സീ ഹിയർ, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ. എവറിത്തിങ് ഇസ് വെരി 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 സിമ്പിൾ. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് 1% കമ്പനി എത്ര നാളിനുള്ളിൽ ഫയൽ ചെയ്യണം? 180 days. ഇവിടെ 180 days ഉണ്ടോ? കണ്ടോ, D 180 days. A guarantee which extends to a series of transaction, continuing guarantee. കണ്ടോ, continuing guarantee. An aid that expresses scope, object, purpose, preamble. എല്ലാം നമുക്ക് ഇറ്റ്സ് വെരി 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 സിമ്പിൾ. ഇപ്പൊ ഈ പറഞ്ഞേക്കുന്നത് ഇറ്റ്സ് ഫോർ ദ ന്യൂ സിലബസ് കേട്ടോ. ഓൾഡ് സിലബസിന് നിങ്ങൾക്ക് നിങ്ങളുടെ അലൈഡ് ലോ ആണ് വരുന്നത്, ബോണസ് ഗ്രാറ്റുവിറ്റി ഏരിയ ആണ് വരുന്നത്. അടുപ്പിക്കാത്ത കൊടുത്തപ്പം വന്നേക്കുന്ന ന്യൂ സിലബസിനെയാണ്. സോ ഓൾഡ് സിലബസുകാർ അത് ഓർത്തിട്ട് ഫ്രീക്ഡ് ഔട്ട് ഒന്നും ആവണ്ട. ദിസ് ഇസ് വെരി കോമൺ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. സോ ഓൾവേസ് റിമെമ്പർ, ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദ പാരഗ്രാഫ്. നിങ്ങൾക്ക് സുപ്രീം കോർട്ടിന്റെ കേസ് ആണ് ക്വസ്റ്റ്യൻ വരുന്നത്, അങ്ങനത്തെ കേസ് വരും എന്നല്ല, കേസ് സിനാരിയോയിൽ ക്വസ്റ്റ്യൻ വരും. നൗ ഐ എം ഗോയിങ് ടു ഷോ ഹൗ ഇസ് strategic management. First 15 marks IT day ആണ്. The first 15 marks. ആദ്യത്തെ ബാക്കിയുള്ള 15 marks ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അകത്ത് വന്നേക്കുന്നത്. കണ്ടോ, ലോ പോലെ തന്നെ, ജസ്റ്റ് ലൈക്ക് ലോ, ഇത് വെരി സിമിലർ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. കഥ കൊടുത്തേക്കാണ്, കണക്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ ഈ ഫുൾ സോൾവ് ചെയ്യുന്നില്ല, ബട്ട് ദ വെരി സിമിലർ കേസ് റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇതെല്ലാം സിമ്പിൾ ആണ്. വിത്ത് റീസെന്റ് COVID-19 പാൻഡമിക് ഹേർട്ടിംഗ് ദ ഗ്ലോബൽ സെന്റിമെന്റ് ടുവേർഡ്സ് ചൈനീസ് പ്രൊഡക്ട്സ്, ഇതൊക്കെ കഥയാണ്. സോ യു നീഡ് നോട്ട് think too much on it. ഇതിനെ ബേസ് ചെയ്ത് കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് ആർ വെരി വെരി സിമ്പിൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കാണിക്കാം. ബേസ്ഡ് ഓൺ ദ കേസ് വിച്ച് ഇസ് ഗിവൺ above, answer the multiple choice questions which is given below. Connect Private Limited entered a saturated market of smartphones. Smartphones ഒക്കെ എല്ലാം എല്ലാവരും ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരു മാർക്കറ്റിനകത്തോട്ട് അവർ കയറി. After a due market study of understanding, മാർക്കറ്റ് നന്നായിട്ട് പഠിച്ചു. The competitive landscape, എല്ലാം എന്താണ് കോമ്പറ്റീഷൻ എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഇത് ഏത് ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടാണ്? കോമ്പറ്റിറ്റീവ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഏരിയനെ റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. Put the below steps in correct sequence. താഴെ കുറെ ഇത് തന്നിട്ടുണ്ട്, 1 2 3 4 തന്നിട്ടുണ്ട്. ഇതിനെ കറക്റ്റ് സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ, കറക്റ്റ് സീക്വൻസിൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ. അപ്പോ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ കൊടുത്തേക്കുന്ന വെറും നമുക്കൊരു കഥയല്ലേ. അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റീറ്റർ, ഡിറ്റർമൈനിങ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഐഡന്റിഫൈ ദ കോമ്പറ്റീറ്റേഴ്സ്, പുട്ട് ഓൾ ഗ്യാതേർഡ് ഇൻഫർമേഷൻ ടുഗെദർ. പല രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. 1 3 2 4 പോണോന്ന്. അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റീറ്റേഴ്സ്, ഐഡന്റിഫൈ ദ കോമ്പറ്റീറ്റേഴ്സ് അല്ല, ഉറപ്പായിട്ടും അല്ല. അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റീറ്റർ കഴിഞ്ഞിട്ടല്ല ഐഡന്റിഫൈ ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. സോ ആ ഓപ്ഷൻ അല്ല. സെക്കൻഡ് വൺ 3 1 2 4. 3 എന്താണ്? Identifying the competitors, understanding the competitors, determining the strength and weakness of the competitors, put all information together. That is correct. That is how you arrange it. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ, if these are the options which is coming to you, അങ്ങനെ ഓർഡറിൽ വായിക്കണം. 2 3 അല്ല 1 3 2 4 ആണെങ്കിൽ 1 3 2 4 ഓർഡറിൽ വായിച്ചിട്ട് ഈ ഓർഡർ ആണോ എന്ന് റിക്കളക്ട് ചെയ്യാൻ ശ്രമിക്കണം. അല്ലാണ്ട് ഓരോ ഓപ്ഷനും എടുത്തിട്ട് ഇതാണോ എന്ന് ചോദിക്കുമ്പോഴാണ് യു ആർ ടേക്കിംഗ് എ ലോഡ് ഓഫ് ടൈം ഫോർ ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ലോയുടെയും സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെയും അപ്രോച്ച് അല്ല പാറ്റേൺ അല്ല. പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കേസ് റിലേറ്റഡ് അല്ലാണ്ട് ഡയറക്ട്ലി ഇങ്ങനെ അതിനകത്ത് തന്നെ കുട്ടി കുട്ടി കേസായിട്ട് വരും. ഇപ്പൊ ഒറ്റ വലിയ കേസ് തന്നിട്ട് അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറയും. ഈ താഴെ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ദിസ് ക്വസ്റ്റ്യൻ യു ക്യാൻ ലുക്ക് ഇൻ ടു ദിസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ.
Following the sales number reported at the end of the year, ഒരു sales number വർഷാവസാനം പറഞ്ഞു, the leadership took a serious strategic standpoint. ആ കമ്പനിയിലെ ലീഡർഷിപ്പ് ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്തു ടു മൂവ് ഫോർവേഡ് ആൻഡ് ഷിഫ്റ്റ് ടു എ ന്യൂ കോർ ബിസിനസ്. അവർ വിചാരിച്ചു ഇനി പുതിയ ഒരു കോർ ബിസിനസ്സിലോട്ട് മാറാം, വിച്ച് വാസ് മോർ പ്രോഫിറ്റബിൾ. Under which of the following categories of business strategy can this decision be categorized? അപ്പൊ ആ കമ്പനിയിലെ ലീഡർഷിപ്പ് ഒരു തീരുമാനം എടുത്തു. എന്ത് തീരുമാനമാണ് അവരെടുത്തത്? പുതിയ ഒരു ബിസിനസ്സിലോട്ട് മാറിയേക്കാം, വിച്ച് ഇസ് മോർ പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്ന് ഏതെടുക്കണം? ആദ്യം ഓർക്കണം, വാട്ട് ഡു യു മീൻ ബൈ മാർക്കറ്റ് ഡെവലപ്മെന്റ്? മാർക്കറ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ തന്നെ കിടന്ന് കളിക്കുക. അപ്പം പുതിയ മാർക്കറ്റിൽ പോകുന്ന കാര്യമാണ് ന്യൂ കോർ ബിസിനസ്. അപ്പൊ മാർക്കറ്റ് ഡെവലപ്മെന്റ് അല്ല. ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പുതിയ മാർക്കറ്റുകളിലോട്ട് എൻറ്റർ ചെയ്യുക, അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി. സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുമ്പോൾ യു ഓൾ നോ, ഞാൻ ഊബർ ആൻഡ് സ്പോട്ടിഫൈയുടെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുക. സോ യു ക്യാൻ ഐഡന്റിഫൈ ഇതിനകത്തുനിന്ന് ഏതാണ്. സോ വെനെവർ യു ഡു ദ MCQ പാർട്ട്, ഐ വോണ്ട് ഓൾ ഓഫ് യു ടു അണ്ടർസ്റ്റാൻഡ് ഏത് ടൈപ്പാണ് ഏത് ടൈപ്പാണ് എടുക്കേണ്ടത്. അതായത് റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി എന്താണ്, സ്ട്രാറ്റജിക് അലയൻസ് എന്താണ്, ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി എന്താണ്, മാർക്കറ്റ് ഡെവലപ്മെന്റ് എന്താണ്. ഇപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഇസ് റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി. നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്, പുതിയ കോർ ബിസിനസ്സിലോട്ട് കയറുവാണ്, വിച്ച് ഇസ് മോർ പ്രോഫിറ്റബിൾ. എന്ന് പറയുമ്പോൾ മറ്റേ ബിസിനസ് പ്രോഫിറ്റബിൾ അല്ലായിരുന്നു, നമ്മളത് കട്ട് ഷോർട്ട് ചെയ്യുക. മാർക്കറ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ ബിസിനസ് ഒന്നും നിർത്തുന്നില്ല, പുതിയ മാർക്കറ്റിൽ തന്നെ കിടന്ന് കളിക്കുകയാണ്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാലും പുതിയതൊന്നും നിർത്തുന്നില്ല, അല്ല എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊന്നും നിർത്തുന്നില്ല, പുതിയതിനകത്തോട്ട് കയറുന്നു. സ്ട്രാറ്റജിക് അലയൻസ് പറഞ്ഞാൽ രണ്ടുപേരും ഈക്വലി പോവാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഒരു അലയൻസിലോട്ട് എത്തുന്നു. റിട്രെഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് കാര്യം നന്നായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് അത് നിർത്തിയിട്ട് പുതിയതിലോട്ട് പോകുന്നു. സോ ഇതിനകത്ത് ഏത് സ്ട്രാറ്റജിയാണ് എടുക്കേണ്ടത്? റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി എടുക്കുന്നത്. ദീസ് ആർ ദ ടു ഡിഫറെന്റ് പാറ്റേൺസ് വിച്ച് യു ക്യാൻ expect for the strategic management MCQ part. Question number 1 ഇങ്ങനെ ഏതാണ് 1, 3, 2, 4 അറേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരും. പിന്നെ പൊതുവെ സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്ത് ഏതെങ്കിലും സ്ട്രാറ്റജീസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും. ഇല്ലെങ്കിൽ ഓരോ ലെവൽസ്, കോർപ്പറേറ്റ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, ഫങ്ഷണൽ ലെവൽ, എന്ത് ടൈപ്പ് ഓഫ് ഡിസിഷൻസ് ആണ് എടുക്കുന്നത് എന്നുള്ള ബേസിസിൽ ക്വസ്റ്റ്യൻ വരും. സോ യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഇൻ ദീസ് 3 ഡിഫറെന്റ് ഏരിയ. ഇപ്പൊ നമ്മുടെ ഇവിടെ കണ്ടോ BCG മെട്രിക്സിനകത്ത് ഏതാണ് എടുക്കേണ്ടത്? ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വിച്ച് യു ക്യാൻ എക്സ്പെക്ട് ഫോർ ദി സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സോ ബേസിക്കലി ഇറ്റ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഓൺലി, ദർ ഇസ് നോ ഇൻഡയറക്ട് തിങ് ഇൻ ദി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പാർട്ട്. സോ ഈ 15 മാർക്സ് സോൾവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഫോക്കസ് ഓൺ ദിസ് 15 മാർക്സ്. Also, I'm giving you a tip. Whichever questions which we have sorted out, whichever questions which is given in the back side of the study material, do all those questions. You can definitely score 50 above. 50 above എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആൻഡ് IT എടുക്കുമ്പോൾ you can score 50 above. IT and SM എടുക്കുമ്പോൾ IT-യെക്കാളും പൊതുവെ ഓർത്തിരിക്കാനായിട്ടും എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സോ IT-യിൽ തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ 5 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 3 ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ബാക്കി 6-7 ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ദാറ്റ് ഇസ് ഹൗ യു ക്യാൻ സ്കോർ 50 മാർക്സ് above for the strategic management area. So this is the common thing which I wanted to discuss you regarding the RTP area MCQ part for the November 2020 attempt. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can ask me at this point. ചോദിച്ചോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ you can actually write in the chat box. ലോയുടെ ഭാഗോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഭാഗോ anything you want to ask, you can write in the chat box. എന്തെങ്കിലും ഉണ്ടോ? I'll wait for 2 minutes. Is there anyone who has a doubt with any of the presentation area?
ലോയുടെ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും പ്രൊവിഷൻ ഫസ്റ്റ് ആൻഡ് ദെൻ ദ കേസ്. പ്രൊവിഷൻ കഴിഞ്ഞിട്ട് 1 ലൈൻ ആൻഡ് ദെൻ ദ കേസ്. കേസ് എഴുതുമ്പോൾ പിന്നെയും പ്രൊവിഷൻ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ റൈറ്റ് അക്കോർഡിംഗ് ടു ദി എഫോർസെറ്റ് പ്രൊവിഷൻ, ഇങ്ങനെയാണ് ആ കേസ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കേസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ കേസിന്റെ പേര് സ്പെസിഫിക്കലി എഴുതണം. അത് സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്തും എഴുതണം, ലോയ്ക്കകത്തും എഴുതണം. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അതിപ്പം XYZ ലിമിറ്റഡ് കമ്പനി wants to convert into private company into a public company ആയിട്ട് കൺവേർട്ട് ചെയ്യണം. വാട്ട് ഇസ് ദ പ്രൊസീജിയർ വിച്ച് ഹാസ് ടു ബി ഫോളോഡ് ബൈ XYZ ലിമിറ്റഡ് കമ്പനി എന്ന് ചോദിച്ചാൽ പ്രൊസീജിയർ മൊത്തം എഴുതിയിട്ട് ഒരു ലൈൻ വിട്ടിട്ട് എഴുതണം. അക്കോർഡിംഗ് ടു ദി എഫോർസെറ്റ് പ്രൊവിഷൻസ് XYZ ലിമിറ്റഡ് ഹാസ് ടു, അല്ലെങ്കിൽ in the given case XYZ limited company has to comply with the aforesaid provision എന്ന് പറഞ്ഞിട്ട് വേണം ആ XYZ company എന്ന് എഴുതണം. അതാണ് ചോദിച്ചേക്കുന്ന കേസ്. സിമിലർലി ഫോർ ദ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്തെങ്കിലും ഒരു ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ആ കേസ് സ്പെസിഫിക്കലി എഴുതണം. അതായത് XYZ ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ ബിസിനസ് നിർത്താൻ വേണ്ടി പോവാണ്. സോ ഏത് സ്ട്രാറ്റജിയാണ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്? അപ്പൊ റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണെങ്കിൽ റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി എന്താന്ന് എഴുതുക. അക്കോർഡിംഗ്ലി ദിസ് XYZ ലിമിറ്റഡ് കമ്പനി can adopt the retrenchment strategy as explained above എന്ന് പറഞ്ഞിട്ട് വേണം സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്ത് കേസ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാൻ. സെക്ഷൻ നമ്പേഴ്സ് കമ്പൽസറി ആണോ? കമ്പൽസറി അല്ല, പക്ഷേ യു ആർ എക്സ്പെക്ടഡ്. ഇപ്പം മിസ്റ്റർ എക്സ്, മിസ്റ്റർ വൈ, മിസ്റ്റർ എക്സ് ആണ് ഷിബിൻ എന്ന് പറയുന്ന ആള്, മിസ്റ്റർ വൈ സെക്ഷൻ നമ്പർ കോട്ട് ചെയ്തിട്ടുണ്ട്, ഷിബിൻ കോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ നോട്ട് ഹാവ് എ വെരി ഗുഡ് ഇംപ്രഷൻ. Any strategy for covering the portions, always focus on the portions which is highest marks. അത് ഏറ്റവും കൂടുതൽ ആദ്യം ഫോക്കസ് ചെയ്യണം. ഒരു പ്രശ്നവും ഇല്ല. ഓൾ 5 ക്വസ്റ്റ്യൻസും കീർത്തി ഉദ്ദേശിച്ചത് ഒരു ക്വസ്റ്റ്യനകത്തെ സബ്സെക്ഷൻ 5 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതാണോ അതോ ഓൾ ടുഗെദറിനകത്ത് ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വിടുന്നതിനെ പറ്റിയാണോ കീർത്തി ഉദ്ദേശിച്ചത്? Altogether question വിടുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. നോ പ്രോബ്ലം. ഇഫ് യു ഹാവ് നോട്ട് സ്റ്റഡീഡ് എ പെർട്ടിക്കുലർ ചാപ്റ്റർ, ആ ചാപ്റ്ററിൽ നിന്ന് ഫുൾ ക്വസ്റ്റ്യൻ അതിലാണ് വന്നെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ എഴുതുന്ന ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് എഴുതാം. ഐ നെവർ അഡ്വൈസ് യു ടു ലീവ് ഓൾ ടുഗെദർ. എന്തെങ്കിലുമൊക്കെ അറിയാവുന്നത് എഴുതി വെക്കുക. Subsections important അല്ല. It's not important. Subsections are not important. വേറെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? Clauses again not important. Clause is also not important. Okay. നാളെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു വെബിനാർ ഉണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 5 o'clock-നാണ് നാളത്തെ വെബിനാർ. So you will get an idea on how to present the financial management paper also. So everyone try to join for the webinar which is being hosted tomorrow. പിന്നെ 2-3 ഡൗട്ട് ഉണ്ടല്ലോ. നമ്മൾ എഴുതുന്ന ഇംഗ്ലീഷ് ഗ്രാമർ അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കംപ്ലീറ്റ്ലി മാറില്ല, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. വെച്ചുവൽ they will not cut the marks as such. കമ്പൽസറി ക്വസ്റ്റ്യൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല അനീസ. നോ പ്രശ്നം, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. യു ക്യാൻ അറ്റംപ്റ്റ് വിച്ച് എവർ ക്വസ്റ്റ്യൻ യു ഫീൽ ദാറ്റ് യു നോ വെരി വെൽ. കമ്പൽസറി ക്വസ്റ്റ്യൻ ഏറ്റവും ലാസ്റ്റ് വേണേലും എഴുതാം, ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം. പിന്നെ ഒരു കോമൺ കാര്യം, ക്വസ്റ്റ്യൻ നമ്പർ 1 ABCD. ക്വസ്റ്റ്യൻ നമ്പർ 1-ന്റെ A ഇവിടെ എഴുതുന്നു, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 1-ന്റെ B ഒരു 3-4 പേജ് കഴിഞ്ഞ് എഴുതുന്നു. അങ്ങനെ എഴുതരുത്. ക്വസ്റ്റ്യൻ നമ്പർ 1-ന്റെ ABCD ഒരുമിച്ച് എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ 2-ന്റെ ABCD ഒരുമിച്ച് എഴുതണം. You can split it. Question number 1-ന്റെ C ആദ്യം എഴുതാം, D രണ്ടാമത് എഴുതാം, പിന്നെ A മൂന്നാമത് എഴുതാം, A ലാസ്റ്റ് എഴുതാം. That you can scribble. പക്ഷെ ക്വസ്റ്റ്യൻ നമ്പറിന്റെ ബാക്കി സബ്സെക്ഷൻസ് should be together. That can be jumbled. No issues. ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ ഏതിനകത്താണ് നമ്മൾ ഉദ്ദേശിച്ചത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്താണോ ഉദ്ദേശിച്ചത്? ലോയ്ക്കകത്താണോ? ലോയ്ക്കകത്താണെങ്കിൽ പ്ലീസ് ഡ്രോ ദ 2 different boxes. സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്താണെങ്കിൽ you can write in 2 different paragraphs. No issues. Either you can write in 2 different boxes or you can write in paragraph.
പ്രൊവിഷൻ ടെക്സ്റ്റ് ബുക്കിലെ പോലെ എഴുതണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. തീരെ ലോക്കൽ ആവരുത്. ലോക്കൽ ആവരുതെന്ന് പറഞ്ഞാൽ നമ്മൾ പക്ക ഇംഗ്ലീഷ് എഴുതുന്ന പോലെ എഴുതരുത്. കുറച്ച് ലീഗൽ ലാംഗ്വേജ് വന്നാൽ മതി. യു നീഡ് നോട്ട് ബൈ ഹാർട്ട് ആസ് സച്ച്. ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ക്രിസ്റ്റൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 പിന്നെ ABCD എന്നാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിന്റ് എഴുതുമ്പോൾ മാർജിന്റെ പുറത്ത് എഴുതരുത്. ദിസ് ഇസ് എ മാർജിൻ. ഇതിന്റെ പുറത്ത് എഴുതരുത്, അകത്ത്. യോർ പോയിന്റ്. ഇപ്പൊ OPCയുടെ പ്രൊവിഷൻ ചോദിച്ചു, ക്വസ്റ്റ്യൻ നമ്പർ 1A ആണെന്ന് വിചാരിക്കുക. 1A എന്ന് നിങ്ങൾ എഴുതിയിട്ട് മാർജിന്റെ പുറത്തല്ല 1 2 3 4 എഴുതണ്ട, മാർജിന്റെ അകത്ത് വേണം പോയിന്റ്സ് എഴുതി പോകാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ആണ് മാർജിന്റെ പുറത്ത് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 1B, ക്വസ്റ്റ്യൻ നമ്പർ 1C എന്ന് പറഞ്ഞു വരിക. ദാറ്റ്സ് കോമൺ തിങ്. ആൻസർ ഒക്കെ ഫ്രഷ് പേജിൽ സ്റ്റാർട്ട് ചെയ്യണം നിർബന്ധമില്ല. വേണേ സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്രശ്നവും ഇല്ല. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, പക്ഷെ അത്രയൊന്നും നമുക്ക് എഴുതാൻ കാണില്ല. ഇപ്പൊ 3 മാർക്സ് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലേ ഒരു 2 ലൈൻ എഴുതി, പിന്നെ നമ്മൾ അടുത്ത പേജിൽ പോയി ഒരു 2 ലൈൻ എഴുതി. പക്ഷെ ഇപ്പോ ഒരു 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഒരു 3 ലൈന് 4 ലൈന് ബാക്കിയുള്ളെങ്കിൽ ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ യു ക്യാൻ സ്റ്റാർട്ട് ആസ് എ ഫ്രഷ് പേജ്, ഇൻ എ ഫ്രഷ് പേജ്. ഷിബിൻ. SM in the important chapter in order I've already told during the class. Do you want me to put in the group? I can put in the group. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ലാവണ്യ, ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ വിട്ടോണ്ട് തെറ്റൊന്നുമില്ല. ഞാൻ SM-നകത്ത് ഒരു ചാപ്റ്റർ വിട്ടോ കുഴപ്പമൊന്നുമില്ല. ബാക്കി ചാപ്റ്റേഴ്സ് നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഓക്കെ അല്ലേ? So tomorrow financial management 5 PM. Skip ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ അമൽ, whichever chapter you find it to be difficult, that should be skipped. നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ചാപ്റ്റർ വിട്ടോ. സെക്കൻഡ് ചാപ്റ്റർ ഒന്നും വിട്ടേക്കരുത്. ന്യൂ സിലബസിന്റെ സെക്കൻഡ് ചാപ്റ്റർ ഒന്നും വിട്ടേക്കരുത്. അത് കുറെ ഉണ്ട്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ ഫോർ ന്യൂ സിലബസ്. ഞാൻ പഠിപ്പിച്ച ഓർഡറിൽ, ആ പഠിപ്പിച്ച ഓർഡറിൽ പോയാൽ മതി. അതിനകത്ത് ഇഫ് യു ഫൈൻഡ് എനി പെർട്ടിക്കുലർ ഏരിയ ടു ബി ഡിഫിക്കൾട്ട്, ലീവ് ദാറ്റ് പെർട്ടിക്കുലർ ചാപ്റ്റർ. അവിടുന്ന് ഇവിടുന്ന് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കില്ല. വിടുമ്പോൾ ഒരു ചാപ്റ്റർ ആയിട്ട് അങ്ങ് വിട്ടാൽ മതി. വിപിൻ, റഫ് പേജ് എന്ന് ഉദ്ദേശിക്കുന്നത് യു മീൻ ദ കാൽക്കുലേഷൻ പാർട്ട്, അതാണോ ഉദ്ദേശിക്കുന്നത്? റഫ് പേജ്. allalla, rough page you need not attach. See, whatever working note, please, it should be part of your answer sheet. ഇപ്പൊ നമ്മൾ ഡിവിഡൻഡിന്റെ ഏരിയ കണ്ടു, ദാറ്റ് ഡിവിഡൻഡ് ഏരിയ ഷുഡ് ബി പാർട്ട് ഓഫ് യുവർ ആൻസർ. അതായത് നമ്മളെ ഇതിപ്പം MCQന് വേണ്ട, MCQന് നമുക്ക് ചോദിക്കില്ല. അല്ലാതെ നമുക്കൊരു 5 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഷോൺ. നിങ്ങൾ എങ്ങനെയാണ് ആ 3 ഇയേഴ്സിന്റെ ആവറേജ് എടുത്തതെന്ന് എക്സാമിനെ കാണിക്കണം. അല്ലെ നിങ്ങൾ കോപ്പി അടിച്ചെന്നല്ലേ മനസ്സിലാവുള്ളൂ. ഗീതിക, ഓൾഡ് സിലബസിന്റെ പോർഷൻ ഈ കമ്പനിയിലോ നമുക്ക് ഓർഡർ പറയാൻ പറ്റാത്തതിന്റെ കാര്യം, ഇമ്പോർട്ടന്റ് പറയാൻ പറ്റാത്തതിന്റെ ആകെ 4 യൂണിറ്റേ ഉള്ളൂ. അപ്പൊ 4 യൂണിറ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് പറയാൻ ഭയങ്കര പാടാണ്. വെൻ ഇറ്റ് കംസ് ടു ദി ന്യൂ സിലബസ് അവർക്ക് ഒത്തിരി കമ്പനിയിലോയുടെ ഏരിയ ഉള്ളതുകൊണ്ട് വി കൻ ആക്ച്വലി സേവ് വിച്ച് ഇസ് ദറ്റ് ഏരിയ. സോ ഐ വുഡ് റാദർ സജസ്റ്റ് യു ഷുഡ് സ്റ്റഡി കമ്പനി ലോ ഫോർ 30 മാർക്സ്. മേ ബി എത്തിക്സ് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ I would share capital വിടല്ല. That is one of the very important chapter. ഡിബെഞ്ചറിന്റെ ഏരിയ നിങ്ങൾക്ക് വേണേ എഴുതിയെടുക്കാം കേട്ടോ. ഡിബെഞ്ചറിന്റെ ഏരിയ is very important for this attempt. Incorporation of a company-ക്കകത്തെ സ്പൈസ് പ്ലസ് is very important. CSR-ന്റെ ഏരിയ is very important. ഇതിപ്പോ ഞാൻ ഓൾഡ് ആൻഡ് ന്യൂ മിക്സ് ചെയ്താ പറയുന്നത്. ഓൾഡിന് ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ്. ഓഡിറ്റേഴ്സിനകത്ത് ഡിസ്ക്വാളിഫിക്കേഷൻ, ഓഡിറ്റർ നോട്ട് ടു റെൻഡർ സർട്ടൻ സർവീസസ്, വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഡെപ്പോസിറ്റ്സ് ചാർജസ് വിടരുത്. ഡെപ്പോസിറ്റ് ചാർജസിനകത്ത് ഡെപ്പോസിറ്റ്സിനകത്ത് ആണെങ്കിൽ ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആയിരിക്കും. കാരണം കഴിഞ്ഞ നവംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇത് ഡെപ്പോസിറ്റ് ആണോ ഡെപ്പോസിറ്റ് അല്ലേ എന്നുള്ള ബേസിലാണ് ക്വസ്റ്റ്യൻ വന്നത്. സോ ദിസ് ടൈം യു ക്യാൻ എക്സ്പെക്ട് ഫോർ ഓൾഡ് ആൻഡ് ന്യൂ യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻ ലൈക്ക് ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഫ്രം പബ്ലിക്, ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഫ്രം മെമ്പേഴ്സിന്റെ പഠിച്ച പബ്ലിക്കിന്റെ എളുപ്പമാണ്. എലിജിബിൾ പബ്ലിക് കമ്പനി എന്താ നോക്കിക്കോണം.
ചാർജസിനകത്ത് വാട്ട് ഐ ഫീൽ ഇസ് ചാർജ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഡേറ്റിനകത്താണ് അമെന്റ്മെന്റ് വന്നേക്കുന്നത്. സോ പ്രോബബ്ലി യു ക്യാൻ എക്സ്പെക്ട് ദാറ്റ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ്. അപ്പൊ ഒന്നെങ്കിൽ ഈ ചാർജ് രജിസ്റ്റർ ചെയ്തതിനെ പറ്റി ചോദിക്കാം, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡെപ്പോസിറ്റ് ചാർജസ് 8 മാർക്സ് ഏരിയ ആണ്. സോ ഡോണ്ട് ലീവ് ദാറ്റ്. ഇല്ലില്ല, വർക്കിംഗ് നോട്ട് എഴുതേണ്ടത് ഇറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് യുവർ ആൻസർ, ലാസ്റ്റ് പേജിലല്ല. ഇറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് യുവർ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 1A ക്വസ്റ്റ്യൻ ആണ്, അതിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 1A ഭാഗമായിട്ട് വേണം കാണിക്കാൻ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് സ്കിപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഷിബിൻ ഓൾഡ് ആണോ ന്യൂ ആണോ? ഓൾഡ് ആണോ ന്യൂ ആണോ ഷിബിൻ? പോയിന്റ്സ് എഴുതുമ്പോൾ ഐ വിൽ റാദർ സജസ്റ്റ് സ്മോൾ ലെറ്റർ. നിക്കി, ഓൾഡ് ആണെങ്കിൽ നെഗോഷ്യബിൾ വിടരുത്. ബിക്കോസ് 8 മാർക്ക് വരും. അതിനകത്ത് നമുക്ക് ഒന്നെങ്കിൽ ഒരു ഒറ്റ ഷോട്ടിന് 8 മാർക്ക്, അല്ലെ 4 മാർക്കാണ്. അപ്പോ അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ഏരിയ ഉണ്ട് ഷിബിൻ. ഹോൾഡർ ആൻഡ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, ഡിസോണർ ഓഫ് ഇത് എൻഡോഴ്സ്മെന്റ്, അങ്ങനത്തെ കുറച്ച് കോർ ഏരിയാസ് ഒന്ന് പഠിച്ചു നോക്ക്. കംപ്ലീറ്റ്ലി വിടാതെ 3-4 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക് എങ്കിലും മാത്രം പഠിച്ചിട്ട് പോകും നെഗോഷ്യബിൾ. സോ യു വിൽ ഫൈൻഡ് ഇറ്റ് എ ലിറ്റിൽ മോർ ഈസി. ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ മെമ്പേഴ്സ്, അത് നമ്മളോട് ഇപ്പൊ അവർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഫ്രം മെമ്പേഴ്സ് ചോദിച്ചാൽ അതിനകത്ത് കീ ഏരിയ നമ്മൾ റിസർവ് ഉണ്ടാക്കുന്ന ഏരിയാസ് എഴുതണം. എത്ര ദിവസത്തിനുള്ള ഡെപ്പോസിറ്റ്, രജിസ്റ്റർ, ഒരു ടോട്ടൽ ഒരു 12 പോയിന്റ്. 8 മാർക്കിനാണ് ഒരു 12-13 പോയിന്റ് എഴുതിയാൽ മതി. 20 പോയിന്റ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. മാക്സിമം 12 to 14 പോയിന്റ്സ് ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഫ്രം മെമ്പേഴ്സ് ചോദിച്ചാൽ. ഓക്കെ, 4 മാർക്സ് ആണ്. എത്ര പോയിന്റ് എഴുതണം? പൊതുവെ 8 പോയിന്റ്സ് ആണ്. ഈ പോയിന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രൊസീജിയർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ പോയിന്റ് ആയിട്ട് എഴുതുക. കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ഇൻ പാരഗ്രാഫ്. ഫോർ എക്സാമ്പിൾ, എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻ റിലേറ്റഡ് ടു സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ് എന്നാണ് ക്വസ്റ്റൻ വരുന്നതെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ് എന്നുള്ളത് പാരഗ്രാഫ് ആയിട്ട് എഴുതുക. സിമിലർലി എന്താണ് ഒരു കഥ പോലെ ചോദിച്ചിട്ട് പറയണേ ABC കമ്പനി ഇങ്ങനെയൊക്കെ ചെയ്തു, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ് ആണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്? പാരഗ്രാഫ് ആയിട്ടാണ് എഴുതേണ്ടത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അങ്ങനത്തെ പ്രശ്നമില്ല. ഇഫ് യു വാണ്ട് യു ക്യാൻ റൈറ്റ് പോയിന്റ് വൈസ്, ഇഫ് യു വാണ്ട് യു ക്യാൻ റൈറ്റ് പാരഗ്രാഫ് വൈസ്. ഐദർ ഓഫ് ദ വേ യു ക്യാൻ റൈറ്റ്. ഒരു പ്രശ്നമില്ല. ഞാൻ പൊതുവെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാൻ പറയും. അപ്പൊ കാണുമ്പോഴും നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടല്ലോ. Four marks, 8 points. 8 marks, 12 to 13 points. 6 marks again, 12 to 13, 14 points. പാരഗ്രാഫ് ആയിട്ട് എഴുതുമ്പോഴും ഇത്രയും പോയിന്റ്സ് വരണേ, ഇത്രയും പോയിന്റ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കണം കേട്ടോ പാരഗ്രാഫ് ആയിട്ട് എഴുതുമ്പോഴും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പോയി എക്സാം എഴുതുക, നല്ലപോലെ പ്രാർത്ഥിക്കുക, പരീക്ഷ എഴുതാൻ നന്നായിട്ട്, മാക്സിമം സ്കിപ്പ് ചെയ്യാതെ നോക്കുക. ഓക്കെ, I hope and pray all of you pass in your November 2020 attempt. Okay, thank you so much. Hello. Hello, ma'am. പറഞ്ഞോ. അല്ല മാം, നാളെ FM-ന്റെ ഇതേപോലെ ഡൗട്ട് സെക്ഷൻ ഉണ്ടായിരിക്കുവേ. ഞാൻ പറഞ്ഞായിരുന്നു FM-ന്റെ കാര്യം. ഉണ്ടല്ലേ? ഓക്കെ, ശരി.